എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ മക്കളെ, 9ാം ക്ലാസ്സിൽ മലയാളം ഫസ്റ്റിൽ നമുക്കൊരു സുന്ദരമായ ഒരു കഥ പഠിക്കാനുണ്ടല്ലോ. ഏതാണ്? നമ്മുടെ മലയാള സാഹിത്യത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരി ഗ്രേസി എഴുതിയ കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം, വ്യക്തിബന്ധങ്ങളുടെ പ്രാധാന്യം. നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരു ദിവസം നമ്മളെ വിട്ടുപോയാൽ നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം, അല്ലേ? ഒറ്റപ്പെട്ടു പോയാലും ജീവിതം കൈവിട്ട് കളയരുത്, അതിന് ബന്ധങ്ങൾക്ക് വലിയേറെ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്ന മനോഹരമായ കഥയുണ്ടല്ലോ മക്കളെ. ഏതാണ്? തത്തക്കൂട്ട് അല്ലേ? ഏതാണ് മക്കളെ? തത്തക്കൂട്ട് എന്ന് പറയുന്ന കഥയല്ലേ? അപ്പോൾ തത്തക്കൂട്ട് എന്ന് പറയുന്ന കഥാഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെറ്റാക്കാൻ പോകുന്നത്, അല്ലേ? നമുക്കറിയാം, 9ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാമിൽ വളരെയേറെ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണേണ്ടുന്ന ഒരു പാഠഭാഗം തന്നെയാണ് ഏത്? തത്തക്കൂട്ട് അല്ലേ? അപ്പോൾ ഈ തത്തക്കൂട്ട് എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം നമുക്ക് സെറ്റാക്കിയ ഒരു ക്ലാസ്സിലൂടെ ഞങ്ങളും നിങ്ങളുമായി മാറി നിൽക്കാതെ നമ്മൾ ഒന്നാവുമ്പോഴാണ് യാതനകളെയും വേദനകളെയും മറികടക്കാൻ കഴിയുന്നത്. അല്ല മക്കളെ, എന്താണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആദ്യം തന്നെ എഴുതി കാണിക്കുന്നത്? ഞങ്ങളും നിങ്ങളും ഒന്നാവുകയാണ്, അല്ലേ? നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലേ പാ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലേ പാ എന്നൊരു പാട്ട് കേട്ടിനാ? നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടാതെ നിങ്ങളെ ചുറ്റുമുള്ളവരെ കൂടി ഇഷ്ടപ്പെട്ട് അവരെയും കൂടി ഒന്ന് പരിഗണിച്ച് ജീവിതം സുന്ദരമായി മാറുക. ആരോരുമില്ലാത്തവർക്ക് ഒരു തത്തയെങ്കിലും കൂട്ടായിരിക്കുമ്പോഴാണ് ജീവിതം സുന്ദരമായി മാറുന്നത് എന്ന് പറയുന്ന വലിയ ആശയം വ്യക്തമാക്കുന്ന മനോഹരമായ ഗ്രേസിയുടെ കഥയാണ് തത്തക്കൂട്ട്. അപ്പം നമുക്ക് ഈ പാഠഭാഗം പെട്ടെന്ന് പഠിച്ചു പോകാം. സെറ്റ്. എനിക്കാദ്യം പോണം എന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മി ആദ്യം അങ്ങ് പോയി. അല്ല മക്കളെ, ആരാണ് ഭാഗ്യലക്ഷ്മി? ഒരു കഥാപാത്രം നമ്മൾ പഠിച്ചു, ഭാഗ്യലക്ഷ്മി അല്ലേ? ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇത്. എനിക്കാദ്യം പോണം എന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മി, അതായത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ആദ്യം മരിച്ചുപോയി. കുട്ടിക്കൃഷ്ണൻ ഒറ്റയ്ക്കായി. കുട്ടിക്കൃഷ്ണൻ അടുത്ത കഥാപാത്രം ആരാണ് മക്കളെ? കുട്ടിക്കൃഷ്ണൻ. ഇപ്പോൾ 2 കഥാപാത്രം പഠിച്ചല്ലോ, ഭാഗ്യലക്ഷ്മിയും കുട്ടിക്കൃഷ്ണനും. അപ്പോൾ നമ്മുടെ കഥയിൽ 2 കഥാപാത്രങ്ങളാണ്. ആര് മക്കളെ? നമ്മുടെ ഭാഗ്യലക്ഷ്മി, പിന്നെ ആരാ? കുട്ടിക്കൃഷ്ണൻ. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവുമാണ് നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായി കടന്നു വരുന്നത് എന്ന് കാണാൻ സാധിക്കും. ആദ്യം തന്നെ എനിക്കാദ്യം പോകണം, എവിടേക്ക് പോകണം? മരിച്ചു പോകണം എന്ന് പറഞ്ഞ് ആര്? അല്ലെ, ഭർത്താവ് മരിക്കുമ്പോൾ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ വിയോഗം എന്നെ വേദനിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് മരിച്ചു പോകണമെന്ന് പറഞ്ഞു നടന്ന ഭാര്യയായ ഭാഗ്യലക്ഷ്മി ആദ്യം മരിച്ചുപോയി എന്നാണ് കുട്ടിക്കൃഷ്ണൻ പറയുന്നത്. തത്തക്കൂടിൻ്റെ വാതിൽ തുറന്ന് അയാൾ പറഞ്ഞു. അതായത് തത്തക്കൂടിൻ്റെ വാതിൽ. അപ്പോൾ അടുത്തൊരു കഥാപാത്രം വന്നുള്ള മക്കൾ ആരാണ്? തത്ത അല്ലേ? അടുത്ത കഥാപാത്രമാണ് തത്ത. ഇപ്പം തത്തക്കൂടിൻ്റെ വാതിൽ തുറന്ന്, അല്ലേ? എനിക്കാദ്യം പോകണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഭാഗ്യലക്ഷ്മി എന്നെ വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടിക്കൃഷ്ണൻ തത്തയുടെ കൂട് തുറന്നു വിടാൻ പോവുകയാണ്. ഇനി നീയായിട്ടെന്തിനാ, നീയും പൊയ്ക്കോ. മക്കൾ, ഈ പാഠഭാഗം എന്താ പറയണേ? ഭാര്യ മരിച്ച ശേഷം ഒറ്റക്കായ ഒരു ഭർത്താവ്, ഭാര്യയായ ഭാഗ്യലക്ഷ്മി മരിച്ച ഒറ്റക്കായ കുട്ടിക്കൃഷ്ണൻ, അവർ സ്നേഹത്തോടെ വളർത്തിയ ആ തത്തയും കൂടി പറന്നു വിടുകയാണ്. എനിക്കാരും വേണ്ട എന്ന് പറഞ്ഞ്. അല്ലെ, ഭാര്യ മരിച്ചുപോയ സങ്കടം. പക്ഷേ തന്നെ പൊന്നുപോലെ നോക്കിയ തൻ്റെ യജമാനായ കുട്ടിക്കൃഷ്ണനെ വിട്ടുപോകാൻ തത്തയ്ക്ക് മനസ്സ് വരുന്നില്ല. ഒറ്റപ്പെടുമ്പോൾ മനുഷ്യരെ ചേർത്ത് പിടിക്കണമെന്ന് പറയുന്ന വലിയ ആശയം ഒരു തത്തയിലൂടെ എഴുത്തുകാരി ഗ്രേസി നമുക്ക് കാണിച്ചിരിക്കുകയാണ്. അല്ലെ, ഭാര്യ മരിച്ച ശേഷം ആ തത്തയും കൂടി പറന്നു വിടാൻ വേണ്ടിയാണ് നമ്മുടെ കുട്ടിക്കൃഷ്ണൻ തത്തയുടെ കൂട്ടിലോട്ട് വന്നത്. പക്ഷെ തത്ത പോവോ? നോക്കാം. ഇനി നീയായിട്ടെന്തിനാ, നീയും പൊയ്ക്കോ. അല്ലെ, കുട്ടിക്കൃഷ്ണൻ തത്തയോട് പറയുകയാണ് കൂട് തുറന്നിട്ട്. നീയായിട്ടെന്തിനാ ഇവിടെ, നീയും പൊയ്ക്കോ എന്ന് കുട്ടിക്കൃഷ്ണൻ തത്തയോട് പറഞ്ഞു. പക്ഷേ തുറന്നു കിടക്കുന്ന വാതിലിലേക്ക് ഒന്ന് നോക്കി. അത് കൂട്ടിൽ തന്നെ മുനിഞ്ഞിരുന്നതേ ഉള്ളൂ. ഇതിനു മുമ്പും അയാൾ തത്തയെ തുറന്നു വിട്ടിട്ടുണ്ട്, 1 അല്ല 2 വട്ടം, അല്ലേ? പക്ഷേ തുറന്നു കിടക്കുന്ന വാതിലിലേക്ക്, ആ തുറന്നു കിടക്കുന്ന തത്തയുടെ കൂടിലേക്ക് ഒന്ന് നോക്കി. അതിൽ കൂട്ടിൽ തന്നെ മുനിഞ്ഞിരുന്നതേ ഉള്ളൂ. ആ തത്ത ആ കൂട്ടിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പും അയാൾ തത്തയെ തുറന്നു വിട്ടിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം അയാൾ തത്തയെ തുറന്നു വിടാൻ നോക്കി. ആര്? നമ്മുടെ കുട്ടിക്കൃഷ്ണൻ. പക്ഷെ തത്ത പറന്നു പോയോ? ഇല്ല, തത്ത പറന്നു പോയില്ല. 1 അല്ല 2 വട്ടം തത്തയെ പറന്നു വിടാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ തത്തക്ക് കുട്ടിക്കൃഷ്ണൻ അത്ര ഇഷ്ടമായിരുന്നു. എന്ന് ആലോചിച്ച് നോക്കിയാൽ മനുഷ്യനും മൃഗവും തമ്മിലുള്ളൊരു ബന്ധം, മനുഷ്യനും തമ്മിൽ സ്നേഹമില്ലാത്ത കാലത്ത് ഒരു മനുഷ്യനും ജീവിയും തമ്മിലുള്ള ഒരു സ്നേഹബന്ധമാണ് ഈ പാഠഭാഗം പറയുന്നത്.
5 or 6 കൊല്ലം മുമ്പാണ് തോന്നുന്നു. നട്ടുച്ചയ്ക്ക് ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരുന്ന് അയാൾ മയങ്ങുകയായിരുന്നു. ഇനി പറയാൻ പോകുന്നത് തത്ത എങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്ന് പറയുന്ന കാര്യമാണ്. ഇവരുടെ ജീവിതത്തിലേക്ക് തത്ത ഒരു കാലത്ത് എങ്ങനെയാണ് ഇവരുടെ കുടുംബാംഗം പോലെ ആയത്, ഇവരുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് തത്ത പറന്നു വന്നത് എന്ന കാര്യമൊക്കെ വ്യക്തമാക്കാൻ പോവുകയാണ് ഇനി പറയുന്ന ഈ കുട്ടിക്കൃഷ്ണൻ്റെ ഓർമ്മകളിലൂടെ. 5 or 6 കൊല്ലം മുമ്പ്, അല്ലെ 6 കൊല്ലങ്ങൾക്ക് മുമ്പ് വീടിൻ്റെ ഉമ്മറത്തിൽ ഇരുന്നു കൊണ്ട് കുട്ടിക്കൃഷ്ണൻ മെല്ലെ മയങ്ങുകയായിരുന്നു, ഉറങ്ങുകയായിരുന്നു. മുറ്റത്തിൻ്റെ ഇറമ്പലിൽ അവനവനിലേക്കു തന്നെ നോക്കി നെടുവീർപ്പെട്ട് നിൽക്കുന്ന കൊന്നത്തെങ്ങിൻ്റെ ചോട്ടിൽ കാക്കകളുടെ കലമ്പലും ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ കരച്ചിലും അയാളെ കൊത്തി ഉണർത്തി. 6 കൊല്ലങ്ങൾക്ക് മുമ്പ് കുട്ടിക്കൃഷ്ണൻ വീടിൻ്റെ ഉമ്മറത്തിരിക്കുമ്പോൾ കുറച്ച് കാക്കകൾ കൂടി കാ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ പക്ഷിക്കുഞ്ഞിനെ കൊത്തി വലിക്കുകയാണ്. ആ പക്ഷിക്കുഞ്ഞ് ചോര ഒലിപ്പിച്ച് നിൽക്കുകയാണ്. അതാരാണ്? ഈ തത്തയാണ്, ഈ തത്തക്കുട്ടിയാണ്. എന്താ എന്താ എന്ന് ഉറക്കപ്പിച്ചോടെ അയാൾ ചാടി എണീറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി. അല്ലേ, പെട്ടെന്ന് കുട്ടിക്കൃഷ്ണൻ ചാടി എണീറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി. അതാ നോക്കുന്നു, കാക്കകൾ കൂടി ചെറിയ തത്തക്കുട്ടിയെ കൊത്തിപ്പറിക്കുന്ന കാഴ്ചയാണ് ആര് കാണുന്നത്? നമ്മുടെ കുട്ടിക്കൃഷ്ണൻ. ഈ തത്ത എങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് പറഞ്ഞ ഫ്ലാഷ് ബാക്ക്, അല്ലേ, പഴയ കഥയാ പറയണേ. ഒരു തത്തക്കുഞ്ഞിനെ കാക്കപ്പട വളഞ്ഞ് ആക്രമിക്കുന്നതാണ് അയാൾ കണ്ടത്. ഒരു ചെറിയൊരു തത്തക്കുഞ്ഞിനെ ഒരു വലിയ പക്ഷിപ്പട വന്നിട്ട് ആക്രമിക്കുന്നു. അല്ലേ, ഒരു ചെറിയ തത്തക്കുഞ്ഞിനെ കാക്കയുടെ പക്ഷിപ്പട വന്ന് ആക്രമിക്കുന്ന ദുഃഖകരമായ രംഗമാണ് ആര് കാണുന്നത്? നമ്മുടെ കുട്ടിക്കൃഷ്ണൻ കാണുന്നത്. അടുത്തു ചെന്നതോടെ കാക്കക്കൂടം പറന്നു മാറി അടുത്ത മരക്കൊമ്പുകളിലിരുന്ന് അയാളെ ഉറക്കെ ശകാരിച്ചു. കുട്ടിക്കൃഷ്ണൻ പോ കാക്കേ എന്ന് പറഞ്ഞ് കാക്കകളെ പായിച്ചു. അപ്പോഴത്തേനും ആ കാക്കകളൊക്കെ കുട്ടിക്കൃഷ്ണനെ ശകാരിച്ചുകൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ട് പറന്ന് മറ്റു മരക്കൊമ്പിലേക്ക് പാറിപ്പോയി. ആ തത്തക്കുഞ്ഞ് ചോര ഒലിപ്പിച്ച് അവിടെ നിൽക്കുന്ന കാഴ്ചയാണ് ആര് കാണുന്നത്? നമ്മുടെ കുട്ടിക്കൃഷ്ണൻ കാണുന്നത്. പിന്നെ മക്കളെ പറയണേ, തത്തക്കുഞ്ഞ് ചോര ഒലിപ്പിച്ച് കണ്ണടച്ച് കാൽവിരലുകൾ ചുരുട്ടിപ്പിടിച്ച് കിടക്കുന്നത് അയാൾ വിഷണ്ണനായി നോക്കി നിന്നു. എന്തുകൊണ്ടോ മൂത്ത മകനെ ആശുപത്രിയിലെ പ്രസവമുറിയിൽ നിന്ന് നഴ്സ് പുറത്തേക്ക് കൊണ്ടുവന്ന രംഗമാണ് അപ്പോൾ അയാൾക്ക് ഓർമ്മ വന്നത്. അല്ലേ, അയാൾ നോക്കുമ്പോൾ എന്താ കാണുന്നേ? ആ തത്തക്കുഞ്ഞ് ചോര ഒലിപ്പിച്ചിരിക്കുകയാണ്. ഈ കാക്കകളെല്ലാം കൂടി കൊത്തിപ്പറിച്ച് തത്തക്കുഞ്ഞിനെ എന്തായി അവശയാക്കി മാറ്റിയിരിക്കുന്നു. ആ ചോര ഒലിപ്പിച്ചിരിക്കുന്ന ആ ചെറിയ തത്തക്കുട്ടിയെ കണ്ടപ്പോൾ തൻ്റെ മൂത്ത മകനെയാണ് ആർക്കും ഓർമ്മ വന്നത്? നമ്മുടെ കുട്ടിക്കൃഷ്ണൻ ഓർമ്മ വന്നത്. മൂത്ത മകൻ എന്താണ് മക്കളെ? ആ ചോര ഒലിപ്പിച്ച് തൻ്റെ മൂത്ത മകൻ, അല്ലേ, തൻ്റെ ഭാര്യ തൻ്റെ മൂത്ത മകനെ പ്രസവിച്ച ഉടനെ നേഴ്സ് ചോര കുഞ്ഞിനെ തൻ്റെ കയ്യിൽ തന്ന പോലെയുള്ള ഒരു ഓർമ്മ, തൻ്റെ മകനോടുള്ള ഓർമ്മ ആരെ കാണുമ്പോൾ അയാൾക്ക് ഓർമ്മ വന്നു? ആ തത്തക്കുഞ്ഞിനെ കാണുമ്പോൾ അയാൾക്ക് ഓർമ്മ വന്നു. കാരണം എന്താണ്? ഇയാളുടെ മക്കൾ വിദേശത്ത് ജോലി ചെയ്യാണ്, നാട്ടിലില്ല. അപ്പം മക്കളാൽ നോക്കപ്പെടാത്ത ദമ്പതികളാണ് കുട്ടിക്കൃഷ്ണനും ആര് മക്കളെ? നമ്മുടെ ഭാഗ്യലക്ഷ്മിയും. അവർക്കൊരു കുഞ്ഞിയെ പോലെ കടന്നു വരികയാണ് ഒരു ജീവിതത്തിൽ ആര്? ഈ തത്ത. പിന്നെന്താ മക്കളെ പറയണേ? അയാൾ മൂത്ത മകനെ ആശുപത്രിയിലെ പ്രസവമുറിയിൽ നിന്ന് നഴ്സ് പുറത്തേക്ക് കൊണ്ടുവന്ന രംഗമാണ് അപ്പോൾ അയാൾക്ക് ഓർമ്മ വന്നത്. അയാൾ കുനിഞ്ഞ് തത്തക്കുഞ്ഞിനെ കയ്യിലെടുത്തു. അയാളെ കുഞ്ഞിനെ കയ്യിലെടുത്തു. ആ കാക്കകളാൽ കൊത്തേറ്റ് വീണ് ചോരയിൽ പടയുന്ന ആ തത്തക്കുഞ്ഞിനെ അയാൾ കയ്യിലെടുത്തു എന്ന് പറയുന്നു. അതിൻ്റെ നെഞ്ചു ചെറുതായി മിടിക്കുന്നത് കണ്ട് അയാൾ ആസ്വദിച്ചു. അല്ലേ, ആ തത്തയുടെ ആ നെഞ്ച് ചെറുതായി ഇടിക്കുന്നുണ്ട്. തത്തക്കുഞ്ഞ് മരിച്ചിട്ടില്ല, തത്തക്കുഞ്ഞ് നെഞ്ച് ഇടിക്കുന്നത് അയാൾ കണ്ടു. അയാൾ ഉമ്മറത്ത് അതിൻ്റെ നെഞ്ച് ചെറുതായി ഇടിക്കുന്നത് കണ്ട് അയാൾ ആസ്വദിച്ചു. ഈ തത്ത മരിച്ചില്ല. ആ ആശ്വാസം അയാളെ വലിയ സന്തോഷത്തിലേക്കാക്കി മാറ്റി. ഉമ്മറത്തേക്ക് കയറുമ്പോൾ അയാൾ ഉറക്കെ വിളിച്ചു ഭാഗ്യം. ഉമ്മറം മുറ്റത്തേക്ക് അയാൾ കയറി തത്തയെ കുഞ്ഞും കൊണ്ട്. ആ ചോര, അല്ലേ, ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനായിൽ 100 പൂക്കളായി പിറക്കവേ എന്ന പാട്ട് പോലെ ആ ചോര കുഞ്ഞായ തത്തയും കൊണ്ട് അയാൾ ഉമ്മറത്തേക്ക് വന്നു. കാക്കകൾ കൊത്തിപ്പറിച്ച് ആ ഒരു തത്തയും അയാൾ ഉമ്മറത്തേക്ക് വരികയാണ്. അയാൾ വിളിച്ചു ഭാഗ്യം. ഭാഗ്യാരാ? അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാഗ്യം എന്ന് വിളിച്ചു. 6 വർഷങ്ങൾക്ക് മുമ്പിലെ കഥയാട്ടോ. ഈ തത്ത എങ്ങനെയാണ് ഇവിടെ ജീവിതത്തിലേക്ക് വന്നു എന്ന കഥ. ഭാഗ്യലക്ഷ്മി കിടപ്പ് മുറിയിൽ ഒന്ന് മയങ്ങാനുള്ള വട്ടം കൂട്ടുകയായിരുന്നു. ഭാഗ്യലക്ഷ്മി ഭാര്യ കിടപ്പ് മുറിയിൽ ഒന്ന് ഉറങ്ങാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു ഈർഷയോടെ എന്താ കുട്ടിയെന്ന് കടിപ്പിച്ച് പുറത്തേക്ക് വന്നു. അല്ലേ, ചെറിയൊരു ഈർഷയോടെ ഭാര്യ ഉറങ്ങാൻ വേണ്ടിയുള്ള ഒരു ഉച്ചമയക്കത്തിലേക്കുള്ള തയ്യാറെടുപ്പായിരുന്നു. അപ്പോഴാണ് ഇയാൾ കുട്ടിക്കൃഷ്ണൻ ചോര പൊടിയുന്ന തത്തയുമായിട്ട് വിളിക്കുന്നത് ഭാഗ്യെന്ന്. ചെറിയൊരു ഈർഷയോടുകൂടി ഒരു ദേഷ്യത്തോടു കൂടി ഭാര്യയായ ഭാഗ്യം പുറത്തേക്ക് വന്ന് പറഞ്ഞു, എന്താ മനുഷ്യ, നിങ്ങൾ ഉറങ്ങാനും വിടില്ലേ എന്ന് ചോദിക്കുകയാണ്.
കുറച്ച് പഞ്ഞിയും മഞ്ഞൾപ്പൊടിയും കൊണ്ടാ. അല്ലേ, ഭാഗ്യത്തോടെ നമ്മുടെ കുട്ടിക്കൃഷ്ണൻ പറയാണ്, നീ കുറച്ച് പഞ്ഞിയും മഞ്ഞൾപ്പൊടിയും കൊണ്ടാ എന്ന് പറഞ്ഞു. എന്ന് കുട്ടിക്കൃഷ്ണൻ ഭാര്യയോട് കൽപ്പിച്ചു. നീ കുറച്ച് പഞ്ഞിതാ, എന്തിനാ ഭാഗ്യം ചോദിച്ചു. അപ്പം നീ കാണുന്നില്ലേ ഈ തത്തക്കുഞ്ഞിനെ എന്ന്. അപ്പം തൻ്റെ ഭാര്യയായ ഭാഗ്യത്തോട് കുറച്ച് പഞ്ഞിയും മരുന്നും തരാൻ വേണ്ടി ആര് പറയുകയാണ്? കുട്ടിക്കൃഷ്ണൻ പറയണം. എന്തിനാ മക്കളെ ആ ഒരു മരുന്നും പഞ്ഞിയും ഒക്കെ? ഈ മുറിവ് പറ്റിയ തത്തയുടെ മുകളിൽ വെച്ച് കെട്ടാൻ വേണ്ടി. കയ്യിലിരിക്കുന്ന തത്തക്കുഞ്ഞിനെ കൗതുകത്തോടെ ഒന്ന് നോക്കി ഭാഗ്യലക്ഷ്മി വേഗം തന്നെ പഞ്ഞിയും മഞ്ഞൾപ്പൊടിയുമായി മടങ്ങിയെത്തി. അയ്യോ, ഈ ചോരയിൽ പൊടിയുന്ന, ഈ ചോര തളം കെട്ടി നിൽക്കുന്ന, ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ഈ തത്തക്കുഞ്ഞിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഭാഗ്യലക്ഷ്മി ഭാര്യ ഉടൻ തന്നെ അകത്ത് പോയി എന്തുകൊണ്ടൊന്ന് മരുന്നും തുണിയും കൊണ്ടുവന്നു, പഞ്ഞിയും കൊണ്ടുവന്നു. പഞ്ഞി കൊണ്ട് മുറിവുകളിലെ ചോരയൊപ്പി അയാൾ മഞ്ഞൾപ്പൊടി തൂവി. മഞ്ഞൾപ്പൊടി മുറിവിന് വെക്കുന്ന ഒരു മരുന്നാട്ടോ. അപ്പോൾ എന്താണ്, അയാൾ വേഗം വന്നിട്ട് എന്ത് ചെയ്തു? ഭാഗ്യത്തിൻ്റെ കയ്യിൽ നിന്നും മരുന്ന് വാങ്ങി, മഞ്ഞൾപ്പൊടി വാങ്ങിയ തത്തക്കുഞ്ഞിൻ്റെ ചോരയൊക്കെ എന്താണ് ഒപ്പിച്ചു കൊടുത്ത് അവിടെ മഞ്ഞൾപ്പൊടി വെച്ച് കൊടുത്തു. ഭാഗ്യലക്ഷ്മി അതിൻ്റെ കൊക്ക് പുലർത്തി ഇത്തിരി വെള്ളം ഇറ്റിച്ചു കൊടുക്കുകയും ചെയ്തു. ഭാഗ്യലക്ഷ്മി ആ തത്തയുടെ കൊക്ക് ഇങ്ങനെ പിളർന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഇറ്റിച്ചു കൊടുത്തു. അതിനെ ചാരു കസേരയിലാക്കി അവർ ഇരുവശത്തുമായി നിലത്തിരുന്നു. എന്താലേ, ഒരു ചെറിയ കുട്ടിയെ തൻ്റെ മക്കളെ നോക്കുന്ന പോലെ കാക്കകളാൽ കൊത്തേറ്റ് ജീവന് വേണ്ടി പടയുന്ന ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന തത്തക്കുഞ്ഞിയെ കുട്ടിക്കൃഷ്ണനും ഭാര്യ ഭാഗ്യലക്ഷ്മി പൊന്നുപോലെ നോക്കുകയാണ്. ആ തത്തയുടെ ശരീരത്തിൻ്റെ മുറിവുകളിൽ പഞ്ഞി വെച്ച് കെട്ടി അവിടെ എന്താണ് മഞ്ഞൾപ്പൊടി തൂവി അതിൻ്റെ മുറിവ് ഉണക്കാൻ വേണ്ടി അതിനെ ചാരുകസയിൽ ഇരുത്തിയ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കരുതലും സ്നേഹവും വാത്സല്യവുമാണ് ഈ വരികളിലൂടെ, ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇത്രയും സ്നേഹം കിട്ടിയ തത്ത പിന്നെ എങ്ങനെയാണ് ഇവരെ വിട്ടു പോവുക? അപ്പം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു വലിയ അഭേദ്യമായ സ്നേഹം, ഉദാരമായ സ്നേഹം ഈ പാഠഭാഗം വ്യക്തമാക്കുന്നതായി കാണാൻ സാധിക്കും. അതിനെ ചാരു കസേരയിലാക്കി അവർ ഇരുവശത്തുമായി നിലത്തിരുന്നു. തൊട്ടിലിൽ ഉറങ്ങുന്ന മകനെ നോക്കി നിൽക്കുന്ന അച്ഛനമ്മമാരായി അവർ തങ്ങളെ തന്നെ കണ്ടു. തൊട്ടിലിൽ ഉറങ്ങുന്ന മകനെ നോക്കി നിൽക്കുന്ന അച്ഛനമ്മമാരായി അവർ തങ്ങളെ തന്നെ കണ്ടു. ആ ഒരു തൻ്റെ മകനെ തൊട്ടിൽ കിടത്തിയ പോലെ ആര് കിടത്തുകയാണ്? നമ്മുടെ ഈ അച്ഛനും അമ്മയും ഈ കുട്ടിക്കൃഷ്ണനും ഈ ഭാഗ്യലക്ഷ്മിയും ആ തത്തക്കുട്ടിയെ ചാരു കസേരയിൽ തൊട്ടിൽ കിടത്തി ഇങ്ങനെ ആട്ടുകയാണ്. ഒരു മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും ഈ വരികളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പുറത്തു ചാടാൻ തുടങ്ങിയ ഒരു നിലവിളി അമർത്തിപ്പിടിച്ച് അവർ ഓസ്ട്രേലിയയിലും കാനഡയിലും സ്ഥിരതാമസമാക്കിയ 2 ആൺമക്കളെക്കുറിച്ച് ഓർത്തു. അല്ലേ മക്കളെ, ഈ ക്ലാസ് കാണുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ പഠിച്ച് UK പോകാം, USA പോവാം, UAE പോവാം, ഇറ്റലി പോവാം, എവിടെയും പോവാം. പക്ഷേ നിങ്ങളെ വളർത്തി വലുതാക്കിയ ആ 2 ആത്മാക്കൾ, അച്ഛനും അമ്മയും, അവരെ വിട്ട് നിങ്ങൾ എവിടേക്കും പോകരുത്. പണം, പദവി, സ്വത്ത്, ആഡംബരം, സുഖസൗകര്യം ഇതിനേക്കാൾ വലുതാണ് മാതാപിതാക്കൾ. മാതൃത്വം, പിതൃത്വം ഇന്നത്തെ കാലത്ത് ട്രെൻഡാണ്. മക്കൾ പഠിച്ച് വിദേശത്ത് പോയി സെറ്റിലാവുന്നു. മാതാപിതാക്കൾ നാട്ടിൽ മക്കളെ ഒന്ന് കാണാൻ കൊതിച്ചുകൊണ്ട് അവരുടെ വാർദ്ധക്യത്തിൽ അനുഭവിച്ചുകൊണ്ട് മരിച്ച് മൺമറഞ്ഞു പോകുന്നു. ഈ ഒരു കഥ നോക്കി, ഈ അച്ഛനും അമ്മയും കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും ഈ തത്തയെ തൻ്റെ മക്കളെ പോലെ കാണുന്നു. ഉള്ളിലെ ആ ഒരു സങ്കടം പൊത്തിപ്പിടിച്ചുകൊണ്ട് അവർ ആ തത്തയെ ശുശ്രൂഷിക്കുകയാണ്. മക്കളാൽ അവഗണിക്കപ്പെട്ട വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ നമുക്ക് ഈ കഥയിൽ കുട്ടിക്കൃഷ്ണനിലും ഭാഗ്യലക്ഷ്മിയിലും കാണാം. മക്കളെ, നിങ്ങൾ ഈ കഥ വായിക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങൾ അച്ഛനും അമ്മയും വിട്ട് നിങ്ങൾ എവിടെയും പോകരുത്. അവസ്ഥ കൊണ്ടുപോയിക്കോളൂ, പക്ഷേ സുഖസൗകര്യത്തിന് വേണ്ടി നിങ്ങൾ പോകരുത്. അച്ഛനും അമ്മയുള്ള സ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നത്. അവരെ വിട്ട് നിങ്ങൾ എവിടെയും പോകരുത്. ആ ഒരു സന്ദേശം ഈ പാഠഭാഗം നമുക്ക് തരുന്നുണ്ട്. അല്ലേ, പുറത്തു ചാടാൻ തുടങ്ങിയ ഒരു നിലവിളി അമർത്തിപ്പിടിച്ച് അവർ ഓസ്ട്രേലിയയിലും കാനഡയിലും സ്ഥിരതാമസമാക്കിയ 2 ആൺമക്കളെക്കുറിച്ച് ഓർത്തുപോയി. തന്നെ നോക്കാതെ വിദേശത്ത് ജോലി ചെയ്യുന്ന 2 ആൺമക്കളെക്കുറിച്ച് ഈ അച്ഛനും അമ്മയും ഓർത്തു പോവുകയാണ്. മക്കൾ നാട്ടിലോട്ട് വന്നിട്ട് എത്ര കൊല്ലമായി എന്ന് ഒരുമിച്ച് നെടുവപ്പെട്ടു. അല്ലേ, എത്ര കൊല്ലായി നമ്മുടെ മക്കൾ നാട്ടിലോട്ട് വന്നിട്ട് എന്ന് ഈ അച്ഛനും അമ്മയും പറയാണ്. ആ സമയത്താണ് ചോരക്കുഞ്ഞ് പോലെ തൻ്റെ മകനെ പോലെ ഈ കാക്കകളോട് കൊത്തേറ്റ് ചോര വാർത്തുകൊണ്ട് ഒരു ചെറിയ തത്തക്കുട്ടി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആ തത്തയെ തൻ്റെ കുട്ടിയായി കാണുകയാണ് ആര് മക്കളെ? നമ്മുടെ ഈ കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും.
പേരക്കുട്ടികളുടെ മുഖം പോലും ഉള്ളിൽ തെളിയുന്നില്ലല്ലോ എന്ന് പിന്നെയും വിങ്ങിപ്പൊട്ടി, അല്ലേ? എൻ്റെ പേരക്കുട്ടികളുടെ മുഖം പോലും ഉള്ളിൽ തെളിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ വീണ്ടും പൊട്ടുകയാണ്. ആര്? മാതാപിതാക്കൾ. തൻ്റെ മകനായ മക്കളെ പോലും തനിക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ. ആ സങ്കടം കൂടി ഉള്ളിൽ തേങ്ങുകയാണ് ഈ മാതാപിതാക്കൾക്ക്. അവരുടെ ഉൾച്ചൂടേറ്റ് തത്തക്കുഞ്ഞ് ഒന്ന് തനങ്ങി, പിന്നെ കണ്ണു തുറന്നു, അല്ലേ? അവരുടെ ഉൾച്ചൂടേറ്റ് തത്തക്കുഞ്ഞ് ഒന്ന് ഞരങ്ങി, പിന്നെ കണ്ണു തുറന്നു. അതാ ഈ മാതാപിതാക്കളുടെ കുട്ടിക്കൃഷ്ണൻ്റെയും ഭാഗ്യലക്ഷ്മിയുടെയും സ്നേഹസ്പർശം കൊണ്ട്, വാത്സല്യവും കരുതലും കൊണ്ട് ആ ചോര ഒലിപ്പിച്ച് നിന്ന ആ തത്തക്കുഞ്ഞ് മെല്ലെ കണ്ണ് തുറക്കുകയാണ്. കുട്ടിക്കൃഷ്ണൻ ഭാര്യയോട് പറഞ്ഞു, ഇനി അത് ചത്തുപോകില്ല എന്ന് തോന്നണു, അല്ലേ? കുട്ടിക്കൃഷ്ണൻ ഭാര്യയോട് പറയാണ്, ഭാഗ്യം, ഇനി തത്തക്കുട്ടി ചത്തുപോവില്ല, നമ്മൾ അതിനെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞു. ഈ ഭൂമിയിലെ ചെറിയ ജീവകണങ്ങളോട് പോലും നമ്മൾ സ്നേഹവും സഹോദര്യവും നന്മയും ഉള്ളവരായി തീരണമെന്ന വലിയ ആശയം, സന്ദേശം ഈ പാഠഭാഗം നമുക്ക് തരുന്നുണ്ട്. അയാൾ എഴുന്നേറ്റ് തട്ടിന് മുകളിൽ നിന്ന് പഴകിയ ഒരു കമ്പിക്കൂട് എടുത്തുകൊണ്ട് വന്നു. ആര്? കുട്ടിക്കൃഷ്ണൻ വേഗം പോയിട്ട് പഴയൊരു കമ്പിക്കഷ്ണത്തിലുള്ള കൂടെ തട്ടുമുകളിൽ നിന്ന് പഴയൊരു പക്ഷിക്കൂട് കൊണ്ടുവന്നു. കുട്ടികൾ പണ്ട് അതിലൊരു മൈനയെ വളർത്തിയിരുന്നു. ഇവരുടെ മക്കൾ ചെറുപ്പത്തിൽ അതൊരു മൈനയെ വളർത്തിയിരുന്നു. ആ ഒരു കൂട് എടുത്തിട്ട് വന്നു. അത് ചത്തുപോയപ്പോൾ ഒരു അണ്ണാനെ, അതും ചത്തുപോയപ്പോൾ കൂട് തട്ടിന് മുകളിൽ കയറ്റിയതാണ്. അപ്പോൾ കുട്ടികൾ മൈനയെയും അണ്ണാനെയും വളർത്തിയ ആ കൂടായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും അവർ എടുത്തിരിക്കുന്നു ഈ തത്തക്കുട്ടിയെ വളർത്താൻ വേണ്ടി. അതും കുറച്ച് പഞ്ഞി ഒരു തോർത്തിൽ പരത്തി പൊതിഞ്ഞ് കിടക്ക പോലെയാക്കി ഭാഗ്യം കൂട്ടിൽ വെച്ചു. അപ്പോൾ ഭാര്യ പോയിട്ട് വേഗം കുറച്ച് പഞ്ഞി എടുത്തിട്ട് എന്താക്കി, ഒരു ബെഡ് പോലെ, ഒരു കിടക്ക പോലെയാക്കി ആ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു കമ്പിയുള്ള കൂട്ടിൽ വെച്ചു. അത് തത്തയെ കൊണ്ട് വയ്ക്കുകയാണ്. തത്ത സുഖമായി കടന്നു. എല്ലാ സംരക്ഷണത്തോടും സ്നേഹത്തോടും കൂടിയ തത്ത അവരുടെ കൂട്ടിൽ കഴിയുകയാണ്. കുട്ടിക്കൃഷ്ണൻ തത്തക്കുഞ്ഞിനെ അതിൽ എടുത്തു കിടത്തി. കൂട് ഉമ്മറത്ത് തൂക്കുമ്പോൾ അയാൾ ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞു. അങ്ങനെ കുട്ടിക്കൃഷ്ണൻ ആ തത്തയെ കിടത്തി ആ കൂടെടുത്ത് ഉമ്മറത്തിൽ വരാന്തയിൽ തൂക്കാൻ പോവുകയാണ്. അപ്പോൾ ഭാഗ്യലക്ഷ്മിയോട് പറയാണ്, ചിലപ്പോൾ അതിൻ്റെ തന്തയും തള്ളയും അന്വേഷിച്ച് വരുമായിരിക്കും. എന്നാൽ പിന്നെ പറന്നു പോകാറാകുമ്പോൾ കൂട് തുറന്ന് അവരുടെ കൂടെ വിടാലോ, അല്ലേ? എന്തിനാണ് മുറ്റത്ത് തൂക്കിയത്? ചിലപ്പോൾ ഈ തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും തന്തയും തള്ളയും ചിലപ്പോൾ അന്വേഷിച്ച് വരും. അപ്പോൾ ഇതിനെ കാണുകയും തുറന്നു വിടുകയും ചെയ്യാലോ. അതിനും കൂടിയാണ് കുട്ടിക്കൃഷ്ണൻ ആ ഉമ്മറത്തെ തത്തക്കൂടിനെ തൂക്കിയത്. അത്രയും സ്നേഹനിധിയായ, വാത്സല്യമുള്ള, സഹാനുഭൂതിയും ദയയും എല്ലാം ഉള്ള ഒരു കഥാപാത്രങ്ങളായിരുന്നു കുട്ടിക്കൃഷ്ണന്മാരെ നമ്മുടെ ഭാഗ്യലക്ഷ്മിയും. പക്ഷേ വൈകുന്നേരം വരെ ആരും അതിനെ അന്വേഷിച്ച് വന്നില്ല, അല്ലെ? തത്തക്കുഞ്ഞിനെ ആരും അന്വേഷിച്ച് വന്നില്ല. സന്ധ്യയ്ക്ക് ഉമ്മറത്ത് വിളക്ക് വെച്ച് ഭാഗ്യലക്ഷ്മി കൂട് തുറന്ന് തത്തക്കുഞ്ഞിനെ പുറത്തെടുത്തു. ചുണ്ടുകളിൽ 2-3 തുള്ളി പഴച്ചാർ ഇട്ടിച്ച് തിരികെ വയ്ക്കുകയും ചെയ്തു. ആ തത്തയെ തേടി ആരും വന്നില്ല. വൈകുന്നേരം ഭാഗ്യലക്ഷ്മിയെ കൂട് തുറന്ന് തത്തയെടുത്ത് അതിൻ്റെ വായിൽ ചുണ്ടിൽ പഴച്ചാർ ഒട്ടിച്ചു കൊടുത്തു. സ്നേഹത്തോടെയുള്ള പരിചരണമാണ് കാണാൻ സാധിക്കുക. കുട്ടിക്കൃഷ്ണൻ വിചാരിച്ചതുപോലെ തന്നെ അത് ചാവാതെ രക്ഷപ്പെട്ടു, അല്ലേ? ആ തത്ത ഇതാ അത് ജീവിച്ചിരിക്കുന്നു. കാക്കകളുടെ കൊത്തേറ്റ് മരിക്കാനായ തത്ത ഇതാ ജീവനോടെ വീണ്ടും പുനർജനിച്ചിരിക്കുന്നു. ഈ വാത്സല്യവതികളായ ഈ കുട്ടിക്കൃഷ്ണൻ, ഈ ഭാഗ്യലക്ഷ്മിയുടെ സ്നേഹസ്പർശം കൊണ്ട് ആ തത്ത ഇതാ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നു പഴയ ഉഷാറോടുകൂടി. കുട്ടിക്കൃഷ്ണൻ വിചാരിച്ചതുപോലെ തന്നെ അത് ചാവാതെ രക്ഷപ്പെട്ടു. ആരോഗ്യം വീണ്ടെടുത്ത് എന്ന് തോന്നിയപ്പോൾ കൂട് തുറന്ന് അയാൾ പറഞ്ഞു, ഇനി പൊയ്ക്കോ. തത്തക്കുട്ടി ഉഷാറായി വന്നപ്പോൾ, ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ ഈ കുട്ടിക്കൃഷ്ണൻ കൂട് തുറന്ന് പറയാണ്, നീ ഇനി പൊയ്ക്കോ, നീ സ്വതന്ത്രയായി എന്ന് പറയുന്നു. പക്ഷേ ആ തത്ത പോവോ നോക്കാം നമുക്ക്. പക്ഷേ തത്തക്കുഞ്ഞ് ഒന്നും മനസ്സിലാവാത്തതുപോലെ അയാളുടെ നേർക്ക് മിഴിച്ചു നോക്കി. തത്തക്കുഞ്ഞ് പോയില്ല. തത്തക്കുഞ്ഞിന് ഒരുപാട് ഇഷ്ടമായി ഈ കുട്ടിക്കൃഷ്ണനെയും ഭാഗ്യലക്ഷ്മിയും. ഒരു മാതാപിതാക്കളുടെ അച്ഛൻ്റെയും അമ്മയുടെ സ്നേഹം കിട്ടി സന്തോഷത്തിനും സുഖത്തിനുമായൊരു തത്തക്കുട്ടി. തത്ത അവിടെ നിന്ന് പറന്നു പോയില്ല. നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുകയാണോ എന്നൊരു ദീനഭാവം അതിൻ്റെ കണ്ണുകളിൽ തെളിയുന്നത് അയാൾ അമ്പരപ്പോടെ കണ്ടു. എന്നെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ എന്നൊരു സങ്കടമായ കാഴ്ച, ആ ഒരു അനുഭവം, ആ ഒരു പ്രതീതിയാണ് തത്തക്കുഞ്ഞിനുണ്ടായത്. അപ്പോൾ ആ തത്തക്കുഞ്ഞിൻ്റെ ഈ ഒരു അനുഭവം മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു.
എന്നാലും കൂട് അടയ്ക്കാതെ തന്നെ അയാൾ അവിടെയൊക്കെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ ചുറ്റിപ്പറ്റി നിന്നു അല്ലേ. പിന്നെ കുറച്ച് നേരം കൂടി കൂട് തുറന്ന് വെച്ചിട്ട് കുട്ടിക്കൃഷ്ണൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഞാനൊന്നും അറിയുന്നില്ല, നീ വേണം പറന്നു പോയിക്കോന്ന് പറഞ്ഞ് അല്ലേ. അത്രയ്ക്ക് സ്നേഹത്തോടു കൂടിയാണ് കുട്ടിക്കൃഷ്ണൻ ആരോട് പെരുമാറുന്നത്. നീ സ്വന്തമായിക്കോ, അതിനെ പൂട്ടിയിടാൻ പോലും ആരെ മനസ്സ് കാണിക്കുന്നില്ല. കുട്ടിക്കൃഷ്ണന് ഭാഗ്യലക്ഷ്മി മനസ്സ് കാണിക്കുന്നില്ല. പക്ഷേ തത്ത പറന്നു പോകുന്നില്ല. തത്തക്ക് ഒരുപാട് ഇഷ്ടമായി ഈ കുട്ടിക്കൃഷ്ണനെയും ഭാഗ്യലക്ഷ്മിയെയും എന്ന് പറയുന്നു. അതിൻ്റെ ചിറകിന് വേണ്ടത്ര നീളവും ബലവും ഇല്ലായിരിക്കും കുട്ടി. ഭാര്യ പറയാണ്, അതിൻ്റെ ചിറകിന് വേണ്ടത്ര നീളവും ബലവും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പറന്നു പോവാത്തതെന്ന് പറയുന്നു. പേരക്കുട്ടികൾക്ക് കരുതി വെച്ച വാത്സല്യം മുഴുവൻ അവരിരുവരും തത്തക്കുഞ്ഞും ചൊരിഞ്ഞു അല്ലേ. തൻ്റെ മക്കളുടെ മക്കൾക്ക് വേണ്ടി, പേരക്കുട്ടികൾക്ക് വേണ്ടി കരുതി വെച്ച വാത്സല്യവും സ്നേഹവും മൊത്തം അവർ ആർക്ക് കൊടുത്തു? ആ തത്തക്കുഞ്ഞിന് കൊടുത്തു. വിശാലവും മനോഹരവുമായ ഒരു കൂട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചതിൻ്റെ പിറ്റേന്ന് തത്ത അയാളെ വിളിച്ചു. അങ്ങനെ വിശാലമായൊരു കൂട്ടിലേക്ക് പിന്നീട് തത്തയെ അവർ മാറ്റി പാർപ്പിച്ചു. അങ്ങനെ ആ ദിവസം തത്ത വിളിക്കുകയാണ് കുട്ടി എന്ന് അല്ലെ. തത്ത സംസാരിക്കും അല്ലേ, തത്ത അധികം സംസാരിക്കും. നമ്മൾ ഈ സ്ഫടികം സിനിമയിൽ മോഹൻലാൽ തത്ത ഒരു മൈനെ സംസാരിക്കുന്നില്ലേ, അതേപോലെ തത്തയും സംസാരിക്കുന്ന ജീവിയാണ് തത്ത. ഓക്കെ, ഇപ്പോൾ തത്ത ഒരു ദിവസം കൂട്ടിൽ നിന്നും കുട്ടിയെ വിളിച്ചു. കുട്ടിക്കൃഷ്ണൻ എന്ന് വിളിച്ചു, കുട്ടി എന്ന് വിളിച്ചു. അയാൾക്ക് അത്ഭുതവും ആഹ്ലാദവും തോന്നി അല്ലേ. തന്നെ തൻ്റെ ഭാര്യയായ ഭാഗ്യലക്ഷ്മി അല്ലാതെ മറ്റാരും തന്നെ കുട്ടി എന്ന് വിളിക്കാൻ ഉണ്ടായിട്ടില്ല. ആ സമയത്താണ് ഒരു തത്തക്കുട്ടി വന്ന് കുട്ടി എന്ന് വിളിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് കുട്ടിക്കൃഷ്ണൻ ഒരുപാട് സന്തോഷവും അത്ഭുതവും ഉണ്ടായെന്ന് പറയുന്നു. എന്നാലും മനുഷ്യരുടെ ഭാഷ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ ഇതിനെ മറ്റു തത്തകൾ കൂട്ടിന്ന് വരില്ല. അതുകൊണ്ട് എത്രയും വേഗം തുറന്നു വിട്ടേക്കാം എന്ന് പറഞ്ഞ് അയാൾ രണ്ടാമതും കൂടിൻ്റെ വാതിൽ തുറന്നു വെച്ചു അല്ലേ. മനുഷ്യന്മാരെ പോലെ തത്തകൾ സംസാരിച്ചാൽ പിന്നീട് ഒരു തത്തയും അതിനെ കൂട്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ തത്തേനെ തുറന്നു വിടുകയാണ് ആര്? കുട്ടിക്കൃഷ്ണൻ. പക്ഷേ തത്ത പറന്നു പോവോ? ഇല്ല. അപ്പോഴും അതിൻ്റെ കണ്ണുകളിൽ ആ പഴയ ഭാവം തെളിയുന്നത് കണ്ട് അയാൾ ചിന്താക്കുഴപ്പത്തിലായി അല്ലേ. ഇയാൾ പറയാണ്, തത്ത മനുഷ്യന്മാരെ പോലെ സംസാരിച്ചാൽ പിന്നീട് തത്തയെ തുറന്നു വിട്ടാൽ മറ്റു തത്തകൾ കൂട്ടൂല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തത്തയെ തുറന്നു വിടാം, ഇല്ലെങ്കിൽ മനുഷ്യന്മാരെ ഭാഷയിൽ തത്ത പഠിക്കുമെന്ന് പറഞ്ഞ് കുട്ടിക്കൃഷ്ണൻ തത്തയെ തുറന്നു വിടാൻ നോക്കിയാണ്. പക്ഷേ തത്ത പറന്നു പോകുന്നുണ്ടോ? ഇല്ല, തത്ത ഇവരെ കൂടെ തന്നെ ജീവിക്കുകയാണ്. അപ്പോഴും അതിൻ്റെ കണ്ണുകളിൽ ആ പഴയ ഭാവം തെളിയുന്നത് കണ്ട് അയാൾ ചിന്താക്കുഴപ്പത്തിലായി. അപ്പോഴും തത്തയുടെ കണ്ണ് സങ്കടമാണ്. അയ്യോ, എന്നെ നിങ്ങൾ പറന്നു വിടാൻ പോവുകയാണ്, എനിക്ക് പറന്നു പോകണ്ട എന്ന സങ്കടം തത്തയുടെ മുഖത്ത് വീണ്ടും അയാൾ കണ്ടു, കുട്ടിക്കൃഷ്ണൻ കണ്ടു. അന്നേരം ഭാഗ്യലക്ഷ്മി ചിരിച്ചു അല്ലേ. ഭാഗ്യലക്ഷ്മി ചിരിച്ച് പറയാണ്, ഇതാണ് ഭാഗ്യലക്ഷ്മിയുടെ സുന്ദരമായൊരു ചിത്രത. വയസ്സായ ഒരു അമ്മൂമ്മയല്ലേ, അമ്മൂമ്മ വെറുതെ ചിരിച്ചു. തത്തമ്മ പെണ്ണിന് കുട്ടിയെ വിട്ടുപോവാൻ തോന്നുന്നുണ്ടാവില്ല അല്ലേ. ഭാഗ്യലക്ഷ്മി പറയാണ്, തത്തമ്മ പെണ്ണിന് കുട്ടീനെ വിട്ടുപോവാൻ തോന്നുന്നുണ്ടാവില്ല, അതുകൊണ്ടാണ് തത്ത പോവാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ തത്ത ഒന്ന് അമർത്തി മൂളി നീട്ടി വിളിച്ചു, പാക്യം അല്ലേ. തത്ത അപ്പം വീണ്ടും വിളിച്ചു, പാക്യം എന്ന് വിളിച്ചു. പാക്യം വെച്ചെന്താ? ഭാഗ്യലക്ഷ്മി, ഭാഗ്യം അല്ലേ. അപ്പോൾ പാക്യം എന്ന് വിളിക്കുകയാണ് തത്ത. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരു കുടുംബാംഗം പോലെ പേരക്കുട്ടിയെ പോലെ ആര് വരികയാണ്? തത്ത വരികയാണ്. തത്ത കൂട്ട് എന്ന പേര് അല്ലെ, തത്ത കൂട്ടായി വരികയാണ്. ഭാഗ്യം ഒരു നിമിഷം വായു പൊളിച്ചു നിന്നു. കൊള്ളാല, ഞാൻ എൻ്റെ പേരും പഠിച്ചാ, പാക്യം എന്ന് വിളിച്ചു. പിന്നെ താടിക്ക് കൈകൊടുത്ത് ആലോചനയിലാണ്ടു. ഒടുവിൽ പാതി കളിയായി തത്തയോട് പറഞ്ഞു അല്ലേ. ഭാഗ്യലക്ഷ്മി തത്തയോട് പിന്നെ പറയാണ്, നീ നാവ് വടിക്കാത്തോണ്ട പാക്യമെന്ന് വിളിക്കുന്നത്. നാളെ തൊട്ട് കരിമ്പനയോല തരണ്ട് അല്ലേ. കരിമ്പനയോല കൊക്കുകൊണ്ട് ചീന്തിത്തള്ളി തത്ത ഭാഷ തെളിഞ്ഞു അല്ലേ. അങ്ങനെ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, നീ എന്നെ പാക്യം എന്നല്ല വിളിക്കേണ്ടത്, ഭാഗ്യം എന്നാണ്. നാക്ക് വടിക്കാത്തോണ്ടാണ്, നാളെ നാക്ക് വടിക്കണം, നിൻ്റെ കൊക്ക് വടിക്കണം, അതിന് കരിമ്പനയോല തരാമെന്നൊക്കെ തമാശത്തിൽ നർമ്മ ഭാഷണത്തിൽ ഭാഗ്യലക്ഷ്മി തത്തയോട് സംസാരിക്കുകയാണ്. എങ്കിലും പാക്യം എന്ന വിളിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. തത്തമ്മ കുട്ടി, പാക്യം, കുട്ടി എന്നിവരെ വിളിക്കാൻ തുടങ്ങി, സ്നേഹത്തോടുകൂടിയുള്ള വിളി. ഇടയ്ക്കൊക്കെ മിന്നൽ സന്ദർശനം നടത്തുന്ന അയൽപ്പക്കത്തെ കണ്ണൻ പൂച്ചയോട് ഭാഗ്യം ദേഷ്യപ്പെട്ടു അല്ലേ. തത്തമ്മേ പൂച്ച, തത്തമ്മേ പൂച്ച നമ്മൾ പറയും. തത്തനെ പിടിക്കാൻ പൂച്ച വരും അല്ലേ. ഇപ്പോൾ ഈ കണ്ടം പൂച്ച വെറുതെ ഈ തത്തനെ പേടിപ്പിക്കാൻ വരും. അപ്പോൾ ഭാഗ്യം ഈ പൂച്ചയോട് പേടിപ്പിക്കും, എടാ പൂച്ച നീ മാറിപ്പോ, എൻ്റെ മക്കളെ നീ പിടിക്കാൻ വരും, എൻ്റെ മോളെ നീ പിടിക്കാൻ വരും എന്നൊക്കെ പറയും. ഇപ്പോൾ ഈ തത്തയെ പൂച്ചയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഈ രണ്ട് കഥാപാത്രങ്ങൾ ഭാഗ്യലക്ഷ്മിയും കുട്ടിക്കൃഷ്ണനും കടന്നു വരുന്നുണ്ട്. അത്രയും സ്നേഹനിധിയായ ഒരു കരുതൽ ഇവരെ തത്തക്ക് കൊടുക്കുന്നുണ്ടെന്ന് അർത്ഥം. പൂച്ചേ, അവൾ ഞങ്ങളുടെ മോളാ, തൊട്ടു പോകരുത് അല്ലേ. ഭാഗ്യലക്ഷ്മി പൂച്ചയോട് പറയും, അവൾ ഞങ്ങളുടെ മോളാണ്, നീ തൊട്ടു പോകരുതെന്ന് പറയും. കുട്ടിക്കൃഷ്ണനും പൂച്ചയെ ഓടിച്ചു. പൂച്ചയെന്ന് പറഞ്ഞ് പൂച്ചയെ ഓടിച്ചു.
കടന്നു പോയിക്കോ, അവൻ ഞങ്ങളുടെ മോന അല്ലേ. അപ്പോൾ ഭാഗ്യലക്ഷ്മി തത്തയെ മോള് എന്നും കുട്ടിക്കൃഷ്ണൻ തത്തയെ മോനെ എന്നുമാണ് വിളിക്കുന്നത്. അത്രയും ഹൃദയബന്ധം ഇവർ തമ്മിലുണ്ടെന്ന് കാണാൻ സാധിക്കും. ഇതൊക്കെ കണ്ടും കേട്ടും തത്തക്കൂടിന് കുറുകെ വെച്ച ഇല്ലിക്കമ്പിലിരുന്ന് കിക്കിക്കി എന്ന് ചിരിച്ചു മറിഞ്ഞു. ഇതൊക്കെ കാണുമ്പോൾ തത്ത എന്താ ചെയ്യുന്നത്? ആ കൂട്ടിലിരുന്നിൻ്റെ കിക്കി കിക്കി ചിരിക്കുക. ചിലപ്പോഴൊക്കെ ഒരു പടി കൂടി കടന്ന് അവരെ കളിയാക്കാനും തുടങ്ങി. ചിലപ്പോഴൊക്കെ ഈ തത്ത അവരെ കളിയാക്കാനും കൂടും. ആരെ? ഭാഗ്യലക്ഷ്മിയെയും കുട്ടിക്കൃഷ്ണനെയും വീണ്ടും കളിയാക്കും. തത്ത അത്രയും സ്നേഹവും ബന്ധവും ആർക്കുണ്ട്? തത്തക്ക് ഈ കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും തമ്മിലുണ്ട്. പാക്യം ദേ കണ്ടം പൂച്ച വന്നുട്ടോ എന്ന വിളി കേട്ട് അടുപ്പത്ത് എന്തോ ഇളക്കിക്കൊണ്ടിരുന്ന ഭാഗ്യം തവിയോടെ രംഗപ്രവേശം ചെയ്തപ്പോൾ തത്ത പൂഹോയ് എന്ന് ആർത്ത് വിളിച്ചു. തവിക്കണ ഓങ്ങി ഭാഗ്യം കയർത്തു അല്ലേ. ഒരു ദിവസം അടുക്കളയിൽ ഭാഗ്യം പാചകം ചെയ്യുമ്പോൾ തത്ത വെറുതെ വിളിച്ചു പറഞ്ഞു, പാക്യം ദേ പൂച്ച വരണുണ്ട് കേട്ടാ എന്ന് പറഞ്ഞ്. അപ്പോൾ ഭാഗ്യലക്ഷ്മി പേടിച്ചുകൊണ്ട് വരികയാണ്. പൂച്ച കണ്ടം പൂച്ച ഈ തത്തയെ കൊല്ലുമെന്ന് പേടിച്ച് വരികയാണ്. അപ്പോൾ ഇതിനും ഈ തത്ത വെറുതെ പറ്റിച്ച് ശശിയാക്കിയതാ. തത്ത എന്ത് പറഞ്ഞു? പൂഹോയ്, ഞാൻ കളിയാക്കാൻ പറഞ്ഞ അയ്യേ എന്ന് പറഞ്ഞ് തത്ത ആരെ കളിയാക്കി? ഭാഗ്യലക്ഷ്മിയെ കളിയാക്കി. ഇത്തരത്തിലുള്ള നർമ്മം, ഒരു തമാശ ഈ കുടുംബത്തിൽ കാണാം. അത്രയും സ്നേഹബന്ധമായ ഒരു ജീവിതമായിരുന്നു തത്തമ്മയും യാരി ഭാഗ്യലക്ഷ്മിയും കുട്ടിക്കൃഷ്ണനും തമ്മിലുണ്ടായിരുന്നത്. പുലി വന്നേ പുലി വന്നേ എന്ന് കൂവി വിളിച്ച ഒരുത്തൻ്റെ കഥ കേട്ടിട്ടുണ്ടോ നീയേ? അപ്പോൾ പുലി വന്നേ എന്ന് വിളിക്കുന്ന ഒരു കഥയുണ്ട് മലയാളത്തിൽ. അതാണ് കുട്ടിക്കൃഷ്ണൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാഗ്യലക്ഷ്മി ആരോട് പറയും? തത്തയോട് പറയുന്നത്. കാരണം കഥ എങ്ങനെയാ? ഒരാൾ പുലി വരുന്ന തമാശക്ക് പറയും. എല്ലാവരും ഓടിച്ചെന്നപ്പം ഒരു പുലിയുമില്ല. അങ്ങനെ അയാൾ എല്ലാ ദിവസവും ആൾക്കാരെ പറ്റിക്കും. ഒരു ദിവസം ശരിക്കും പുലി വന്നു. അപ്പോൾ അയാൾ ശരിക്കും വിളിച്ചു, അയ്യോ പുലി വരുന്നേ. അപ്പോൾ ഇയാൾ പറ്റിക്കാൻ പറയുന്നത് വിചാരിച്ചിട്ട് ആരും ഇയാളുടെ അടുത്ത് പോയില്ല. അവസാനം ഇയാളെ പുലി പിടിച്ചുകൊണ്ട് പോയി. അതാണ് കഥ. ഇപ്പോൾ വെറുതെ പൂച്ച വരുന്നു പറഞ്ഞാൽ ഒരു ദിവസം ശരിക്കും പൂച്ച വന്ന് ഞാൻ വരൂലാട്ടോ എന്ന് പറഞ്ഞ് തത്തമ്മ ആര് പേടിപ്പിച്ചു? നമ്മുടെ ഭാഗ്യലക്ഷ്മി പേടിപ്പിച്ചു. ഇല്ലല്ലോ എന്ന് തത്ത കൊഞ്ഞനം കുത്തി അല്ലേ. ഇങ്ങനെ തത്തമ്മ കൊഞ്ഞനം കുത്തുകയാണ്. ഇപ്പോൾ തീരെ നേരമില്ല. ഒരു ദിവസം പറഞ്ഞു തരുന്നുണ്ടല്ലേ. ഇപ്പോൾ തീരെ നേരമില്ല എന്ന് ആര് പറയാണ്? ഭാഗ്യലക്ഷ്മി തത്തയോട് പറയാണ്. എന്ന് ദേഷ്യം അഭിനയിച്ച് ഭാഗ്യം അടുക്കളയിലേക്ക് തന്നെ പോയി. അങ്ങനെ ഭാഗ്യം വീണ്ടും എവിടേക്ക് പോയി മക്കളെ? അടുക്കളയിലേക്ക് പോയി എന്ന് കാണാൻ സാധിക്കും. കുട്ടി വിരുന്നുകാരി പടി കടന്ന് വരണുണ്ട് കേട്ടോ എന്ന് തത്ത വിളിച്ചു പറഞ്ഞത് കേട്ട് ആരപ്പ എന്ന് ചോദിച്ച് കുട്ടിക്കൃഷ്ണൻ ഉമ്മറത്തെത്തിയപ്പോഴും തത്ത പൂഹോയ് എന്ന് ആർത്ത് വിളിച്ചു. ആ ഇടയ്ക്ക് ഒരു ദിവസം ഭാഗ്യം പറഞ്ഞു അല്ലേ, ഈ ഭാഗ്യലക്ഷ്മി എന്താ പറഞ്ഞ് പറ്റിക്ക? പൂച്ച വരുന്നുണ്ട് പറഞ്ഞ് പറ്റിക്കുമല്ലോ. അതേപോലെ കുട്ടിക്കൃഷ്ണൻ എങ്ങനെയാ പറ്റിക്ക? കുറച്ച് വിരുന്നാര് വരണുണ്ട് കേട്ടോ കുട്ടിയെ എന്ന് പറഞ്ഞ് പറ്റിച്ചു. അപ്പം കുട്ടി വേഗം ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങും. ആരാ ഇപ്പം വിരുന്നാര് നോക്കും. അപ്പം തത്ത എന്താക്കും? പൂഹോയ്, ഒരു വിരുന്നാരോട് ഞാൻ നിങ്ങളെയും പറ്റിച്ചാന്ന് പറഞ്ഞ് തത്ത കുട്ടീനെയും ഭാഗ്യത്തെയും പറ്റിക്കും. ഈ നർമ്മത്തിലൂടെയുള്ള ഒരു ജീവിതമായിരുന്നു കുട്ടിയും ഭാഗ്യയും തത്തമ്മയും എന്ന് പറയുന്നത്. നിനക്കിപ്പോൾ കുറുമ്പിത്തിരി കൂടണുണ്ട് അല്ലേ? ഭാഗ്യം പറയാണ് ഭാഗ്യലക്ഷ്മി, എനിക്കിപ്പോൾ ഇത്തിരി കുറുമ്പ് കൂടുന്നുണ്ട് തത്തയോട്. ഒരു നല്ല തത്തച്ചെറുക്കനെ കിട്ടിയിട്ട് വേണം കെട്ടിച്ചു വിടാൻ അല്ലേ. ഒരു തത്തച്ചെറുക്കനെ കിട്ടിയാലേ നിന്നെ കെട്ടിച്ചു വിടുന്ന ആര് പറഞ്ഞു? ഭാഗ്യലക്ഷ്മി തത്തയോട് പറഞ്ഞു. ഇല്ലിക്കമ്പിൽ കാൽ വിരലുകൾ കൊണ്ട് ഇറുക്കിപ്പിടിച്ച് സർക്കസിലെ ബാർ അഭ്യാസിയെ പോലെ ഒരു ഉടൽ പച്ചവട്ടം വരച്ച് തത്ത തറുതല പറഞ്ഞു. അപ്പോൾ കുറുമ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാലേ പാക്യത്തിനെ കെട്ടിച്ചു വിട്ടത് അല്ലേ. നിന്റെ കുറുമ്പ് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ തത്ത ചെറുക്കനെ ഇപ്പം കെട്ടിച്ചു വിടുന്ന ആരെ പറഞ്ഞു? ഭാഗ്യലക്ഷ്മി തത്തയോട് പറഞ്ഞു. അപ്പോൾ നേരെ തത്ത ഭാഗ്യലക്ഷ്മിയോട് പറയാണ്, ഇപ്പോൾ ഭാഗ്യത്തിന് കുറുമ്പുണ്ടായത് കൊണ്ടാലേ വേഗം കെട്ടിച്ചു വിട്ടത് എന്ന് ഭാഗ്യലക്ഷ്മിയോട് തറതല പറഞ്ഞു. തമാശക്കാരെ തത്തക്കുട്ടി പറയാണ്. അത് കേട്ട് കുട്ടിക്കൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു. കുട്ടിക്കൃഷ്ണൻ ചിരി വന്നു. അത് കേട്ടിട്ട് അമർത്തിയ ഒരു ചിരിയോടെ ഞാൻ തോറ്റേ എന്ന മട്ടിൽ ഭാഗ്യം അകത്തേക്ക് പോവുകയും ചെയ്തു അല്ലേ. ഭാഗ്യലക്ഷ്മി ഈ തത്തേനെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മി അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ കുട്ടിക്കൃഷ്ണൻ കൂടിനടുത്ത് വന്ന് ഒരു രഹസ്യം പറഞ്ഞു. അപ്പോൾ കുട്ടിക്കൃഷ്ണൻ എല്ലാ കൂടിനടുത്ത് വന്നിട്ട് തത്തയോട് രഹസ്യം പറയാണ്. എന്ത് രഹസ്യം പറഞ്ഞേ? നീയേ ഒന്നാം തരം ഒരു തത്തപ്പെണ്ണിനെ വിളിച്ചു കൂട്ടി കയറ്റി കല്യാണം നമുക്ക് കെങ്കമമായിട്ട് നടത്താന്നേ അല്ലേ. അപ്പോൾ ഭാഗ്യലക്ഷ്മിക്ക് തത്ത ചെക്കനെയാണ് വേണ്ടത്. കാരണം ഭാഗ്യലക്ഷ്മിക്ക് ഇത് പെണ്ണാണ്. പക്ഷേ ഇവൾക്കോ അല്ല നമ്മളെ കുട്ടിക്കൃഷ്ണനോ ഇതൊരു തത്ത ചെക്കനാണ്, ഒരു ആണാണ്. അപ്പോൾ ഇതൊക്കെ തത്തപ്പെണ്ണിനെ കൂട്ടിൽ വിളിച്ച് കയറ്റി നിൻ്റെ കല്യാണം ഞാൻ നടത്തി തരാമെന്ന് ആര് പറയാണ്? നമ്മുടെ കുട്ടിക്കൃഷ്ണൻ തത്തയോട് പറയാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും മാറി മാറി തത്തയെ കളിയാക്കുകയാണല്ലേ. ചിറക് മെല്ലെ കോതി ഒതുക്കി തത്ത ഒരു തത്വം വിളമ്പി. അപ്പം തത്ത വേഗം ചിറകൊക്കെ മെല്ലെ മാറ്റി നമ്മുടെ കുട്ടിക്കൃഷ്ണനോട് തത്വം പറയുകയാണ്. എന്താ പറഞ്ഞത്?
ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടിയെ. കുട്ടിക്കൃഷ്ണൻ ഒരു ആലോചന ഭാവത്തോടെ ചാരു കസേരയിലേക്ക് മടങ്ങി. തത്ത ഓരോന്ന് പറയാണ് കുട്ടിക്കൃഷ്ണനോട്. അങ്ങനെ ദിവസങ്ങൾ പല നിറം പകർന്നു കടന്നു പോകുന്നത് കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും അറിഞ്ഞു തന്നെയില്ല. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ കടന്നു പോവുകയാണ്. ഈ ദിവസങ്ങൾ കടന്നു പോകുന്നതെന്ന് ആരറിയുന്നില്ല? കുട്ടിക്കൃഷ്ണനും ഭാര്യ ഭാഗ്യലക്ഷ്മിയും അറിയുന്നില്ല എന്ന് പറയുന്നു. മക്കളെയും പേരക്കുട്ടികളെയും ഓർത്ത് ഇടയ്ക്കെങ്ങാനും ഭാഗ്യത്തിൻ്റെ കണ്ണു നിറയുന്നത് കണ്ടാൽ തത്ത വിളി തുടങ്ങും അല്ലേ. ഇടയ്ക്ക് തൻ്റെ മക്കളെയും പേരക്കുട്ടികളെയും ഓർത്ത് ഭാഗ്യലക്ഷ്മിയും കരയും. അത് കാണുമ്പോൾ തത്തയും ഉറക്കത്ത് വിളിച്ച് പറയും, പാക്യം പാക്യം എനിക്ക് വിശക്കുന്നു അല്ലേ. തൻ്റെ അമ്മയെ, ആരെ, തത്തയുടെ അമ്മ ഭാഗ്യലക്ഷ്മിയെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ചിന്തിക്കാൻ പോലും തത്ത അവസരം കൊടുക്കുന്നില്ല. അപ്പോൾ തത്ത വിളിച്ച് പറയും, എനിക്ക് വിശക്കുന്നേ. ആ ശ്രദ്ധ അങ്ങ് മാറ്റിക്കളയും, ആ ആലോചന അങ്ങ് മാറ്റിക്കളയും. ഭാഗ്യത്തിൻ്റെ കണ്ണ് നേരിയതിൻ്റെ തുമ്പ് കൊണ്ടാപ്പി പുഞ്ചിരിയോടെ ഭാഗ്യം ഊണുമുറിയിലെ മേശപ്പുറത്ത് നിന്ന് ഒരു പഴമെടുത്ത് കൂടിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് തള്ളും. അപ്പോൾ ഈ ഭാഗ്യലക്ഷ്മി തൻ്റെ മക്കളെക്കുറിച്ച് വിഷമിച്ചിരിക്കുമ്പോഴേ തത്ത വിളിച്ച് പറയും, എനിക്ക് വിശക്കുന്നേന്ന്. അപ്പോൾ ഓടിച്ചെന്ന് ഭാഗ്യലക്ഷ്മി ഒരു പഴം എടുത്തിട്ട് കൂട് തുറന്ന് തത്തക്ക് കൊടുക്കും. അത്രമാത്രം തൻ്റെ അമ്മയായ ഭാഗ്യലക്ഷ്മി മക്കളെ ഓർത്ത് സങ്കടപ്പെടാൻ പാടില്ല എന്ന ചിന്ത, നന്മ തത്തയ്ക്കുണ്ട് എന്ന് കാണാൻ സാധിക്കും. നീ പച്ച തത്തയല്ല, പച്ചക്കള്ളിയാണ് കേട്ടോ എന്ന് കൊഞ്ചിക്കുകയും ചെയ്യും. അപ്പോഴത്തേനും തത്തയെ ആര് കൊഞ്ചിക്കും? നമ്മുടെ ഭാഗ്യം കൊഞ്ചിക്കും. നീ പച്ച തത്തയല്ല, പച്ചക്കള്ളിയാണെന്ന് പറഞ്ഞ് കൊഞ്ചിക്കും. തന്നെ വിഷമിക്കാൻ പോലും അവസരം നൽകാത്ത സ്നേഹനിധിയായ തത്തയോട് ഈ ഭാഗ്യലക്ഷ്മിക്ക് അഭേദ്യമായ സ്നേഹമായിരുന്നു. കുട്ടിക്കൃഷ്ണൻ ചാരു കസേരയിൽ കിടന്ന് ഓർമ്മകളിൽ മുഴുകി നിശബ്ദനാകുമ്പോഴും തത്ത വിളിക്കും, ഭാഗ്യം വേഗം വാ, കുട്ടി എന്തോ ഓർത്ത് വിഷമിക്കുന്നുണ്ട് അല്ലേ. ഈ കുട്ടിക്കൃഷ്ണനും തൻ്റെ മക്കളെക്കുറിച്ച് ആലോചിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ തത്ത വിളിച്ച് പറയും, ഭാഗ്യം ഓടി വാ, കുട്ടിക്കൃഷ്ണൻ എന്തോ ആലോചിക്കാൻ പോകുന്നുണ്ട്, വിഷമിക്കാൻ പോകുന്നുണ്ട് പറയും. അത്രമാത്രം കുട്ടിക്കൃഷ്ണനെയും ഭാഗ്യലക്ഷ്മിയും മനസ്സിലാക്കിയ ഒരു ജീവിയാണ് തത്ത എന്ന് പറയുന്നത്. അതാണ് തത്ത കൂട്ടായിരിക്കുകയാണ് ഇവർക്ക്. അങ്ങനെയുള്ള തത്തയാണ് കുട്ടിക്കൃഷ്ണൻ ഇപ്പോൾ ഉപേക്ഷിക്കാൻ തയ്യാറായത്. തൻ്റെ ഭാര്യ മരിച്ചപ്പോൾ ഇവരുടെ കൂടെ മകനെ പോലെയുള്ള തത്തയാണ് കുട്ടിക്കൃഷ്ണൻ ഉപേക്ഷിക്കാൻ പോകുന്നത്. കാരണം തത്തയും തൻ്റെ കൂടെ വേണ്ട എന്ന ദുഃഖത്താൽ. 41 കൊല്ലം കൂടെ ജീവിച്ച ഭാര്യ നെഞ്ചത്ത് വലം കൈ അമർത്തി നിന്ന നിൽപ്പിൽ വീണ് മരിച്ചപ്പോൾ അയാൾക്കും ഈ ലോകം വേണ്ടെന്നായി. 40 കൊല്ലം തൻ്റെ കൂടെ ജീവിച്ച ഭാര്യ അറ്റാക്ക് വന്ന് നെഞ്ചിൽ കൈവച്ച് മരിച്ചു വീണപ്പോൾ അയാൾക്ക് ഈ ലോകം തന്നെ എന്തായി? വേണ്ടെന്നായി. ഭാര്യയുടെ അഭേദ്യമായി സ്നേഹമുള്ള ഭർത്താവിനായി കുട്ടിക്കൃഷ്ണൻ നമുക്ക് കാണാൻ സാധിക്കും. കണ്ണീർ നിറഞ്ഞ് കാഴ്ച മങ്ങിയതുകൊണ്ട് തത്ത കൂട്ടിൽ നിന്നിറങ്ങുന്നത് അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. കണ്ണീർ നിറഞ്ഞ് കാഴ്ച മങ്ങിയതുകൊണ്ട് തത്ത കൂട്ടിൽ നിന്നിറങ്ങുന്നത് അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല അല്ലേ. അയാളുടെ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. ആ കണ്ണ് നിറഞ്ഞ കണ്ണിലൂടെ അയാൾക്ക് കലങ്ങി മറിഞ്ഞിരിക്കുന്നു കാഴ്ചകൾ. ആ തത്ത കൂട്ടിൽ നിന്ന് ഇറങ്ങി പോകുമോ? ആ കാഴ്ച അയാൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്നില്ല. അത് നിശബ്ദം അയാളുടെ തോളിൽ വന്നിരുന്നു. പക്ഷേ ആ തത്ത പറന്നു പോയില്ലടാ. തത്ത എവിടെയും പറന്നു പോയില്ല. തത്ത പെട്ടെന്ന് ആ കൂടിൽ നിന്നും പറന്ന് അദ്ദേഹത്തിൻ്റെ ചുമലിൽ വന്നിരുന്നു, തോളിൽ വന്നിരുന്നു. മുഖത്തെ നരച്ച രോമക്കാടുകളെ നനച്ച് കണ്ണീർ തുള്ളികൾ മെല്ലെ താഴേക്കൊഴുകുന്നത് കനിവോടെ നോക്കി അല്ലേ. ആ തത്ത മെല്ലെ പാറി വന്ന് ആ കുട്ടിക്കൃഷ്ണൻ്റെ തൊഴിൽ വന്നിരുന്ന് കുട്ടിക്കൃഷ്ണൻ്റെ കണ്ണിലൂടെ കണ്ണീരൊഴുകുന്നത് നോക്കി നിന്നു. പിന്നെ ചുണ്ടുകൊണ്ട് രോമക്കാടുകളിൽ മെല്ലെ ചികഞ്ഞ് ആശ്വസിപ്പിച്ച് ചുണ്ടുകൊണ്ട് മെല്ലെ തത്ത അയാളെ ആശ്വസിപ്പിക്കുകയാണ് അല്ലേ. എന്താ ആശ്വസിപ്പിച്ചേ? കുട്ടി കരയല്ലേ. തൻ്റെ ഭാര്യ മരിച്ച ശേഷം തനിക്കാരും കൂടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തൻ ജീവന തുല്യം സ്നേഹിച്ച തത്തയെ പോലും ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറാകുമ്പോൾ തത്ത പറന്നു പോകാതെ അദ്ദേഹത്തിൻ്റെ തോളിൽ വന്നിരുന്ന് കരയുന്ന കണ്ണീർ തുടച്ചുകൊണ്ട് തത്ത ആ കുട്ടിയോട് പറയുകയാണ്, കുട്ടി കരയല്ലേ എന്ന്. മനുഷ്യനും ജീവിയും തമ്മിലുള്ള അഭേദ്യമായ, മനുഷ്യനൊരു പക്ഷിയും തമ്മിലുള്ള അഭേദ്യമായ ഉദാരമായ സ്നേഹബന്ധമാണ് തത്തക്കൂട്ടി എന്ന് പറയുന്ന കഥയിലൂടെ ഗ്രേസി പ്രണയം 5 അടി 7 ഇഞ്ച് എന്ന് പറയുന്ന കഥാസമാഹാരത്തിലെ കഥയായ തത്തക്കൂട്ടിലൂടെ ഗ്രേസി എൻ്റെ പ്രിയ മക്കളോട് പറയുന്നത്. മക്കളെ, ഈ പാഠഭാഗം വ്യക്തിബന്ധങ്ങളെ, സ്നേഹബന്ധങ്ങളെ തുറന്നു കാട്ടുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, അച്ഛനും അമ്മയും ഉപേക്ഷിക്കാതിരിക്കുക, സുഹൃത്തുക്കളെ, സൗഹൃദങ്ങളെ, ബന്ധുമിത്രാദികളെ, നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹം കൊണ്ട് ഈ ഭൂമി നമുക്ക് കീഴടക്കാമെന്ന് പറയുന്ന വ്യക്തിബന്ധങ്ങളുടെ വലിയ വില മനസ്സിലാക്കുന്ന സുന്ദരമായ പാഠഭാഗമാണ് മക്കളെ ഗ്രേസിയുടെ ഏത് മക്കളെ തത്തക്കൂട്ട്. നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ പ്രധാന ചോദ്യങ്ങളെ ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടാം. ഓക്കെ, അങ്ങനെ ദിവസങ്ങൾ പല നിറം പകർന്ന് കടന്നു പോകുന്നത് കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും അറിഞ്ഞത് തന്നെയില്ല.
മക്കളെയും പേരക്കുട്ടികളെയും ഓർത്ത് ഇടയ്ക്കെങ്ങാനും ഭാഗ്യത്തിൻ്റെ കണ്ണു നിറയുന്നത് കണ്ടാൽ തന്നെ വിളി തുടങ്ങും, പാക്യം പാക്യം എനിക്ക് വിശക്കുന്നു. തത്തക്കൂട്ട് എന്ന കഥയിൽ കുട്ടിക്കൃഷ്ണൻ്റെയും ഭാഗ്യലക്ഷ്മിയുടെയും ജീവിതത്തെ ആഹ്ലാദഭരിതമാക്കുന്നതിൽ തത്തയുടെ സാന്നിധ്യം എത്രത്തോളം സഹായകമാണ് ചർച്ച ചെയ്യുക. അല്ലേ മക്കളെ? ഒരു 5 മാർക്കിൻ്റെ ചോദ്യം വരും കേട്ടോ. ഈ ഭാഗം 5 മാർക്കിൻ്റെ ചോദ്യം വരാം. എങ്ങനെയാണ്? തത്തയുടെ സാന്നിധ്യം കുട്ടിക്കൃഷ്ണനെയും ഭാഗ്യലക്ഷ്മി എത്രമാത്രം ആഹ്ലാദത്തിൽ ആഴ്ത്തുന്നുണ്ട്, ഇവരുടെ വേദനകളിൽ എത്രമാത്രം ആശ്വാസമാകുന്നുണ്ട് തത്ത എന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. അതേ ലാഘവത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. പേരക്കുട്ടികൾക്ക് കരുതി വെച്ച സ്നേഹവും വാത്സല്യവും തത്തയിലേക്ക് അവർ ചൊരിയുന്നത് അതിനാലാണ്. മനുഷ്യരുടെ ഭാഷ സംസാരിച്ച് തുടങ്ങുന്ന തത്ത വളരെ പെട്ടെന്ന് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. അല്ലേ? മനുഷ്യരുടെ ഭാഷ സംസാരിച്ച് തുടങ്ങുന്ന തത്ത അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. മക്കളെ ഓർത്ത്, പേരക്കുട്ടികളെ ഓർത്ത് ഇവർ കരയുമ്പോൾ, നമ്മുടെ ഭാഗ്യലക്ഷ്മി കുട്ടിക്കൃഷ്ണൻ കരയുമ്പോൾ അവർക്ക് ആശ്വാസമായി ആര് മാറുകയാണ്? തത്ത മാറുകയാണ്. തത്തമ്മ പെണ്ണിന് ചെക്കനെ ഭാഗ്യലക്ഷ്മിയും തത്തമ്മ മോന് പെണ്ണിന് കുട്ടിക്കൃഷ്ണനും അന്വേഷിക്കാൻ തുനിയുന്നു. ഇപ്പം ഇവർക്ക് ഈ ഭാഗ്യലക്ഷ്മിക്കും കുട്ടിക്കൃഷ്ണനും നമ്മുടെ തത്തയോടുള്ള സ്നേഹവും കാണാൻ സാധിക്കുന്നു. കരിമ്പനയോല ചിന്തിത്തള്ളി തത്തമ്മ അതിൻ്റെ ഭാഷയെ തെളിയിച്ചു എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായ വീക്ഷണകോണിലൂടെയാണ് തത്ത ഈ ദമ്പതികളുടെ ജീവിതത്തെ നോക്കി കണ്ടതും അവരുടെ ഭാഷ സായത്തമാക്കിയതും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ തത്തയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഈ കുട്ടിക്കൃഷ്ണനും ഭാര്യ ഭാഗ്യലക്ഷ്മി കരയുമ്പോൾ തത്ത ആശ്വാസമായി കടന്നു വരുന്നു. ഇവരുടെ ജീവിതത്തിൽ വലിയ വെളിച്ചമായി തത്ത മാറുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു ചോദ്യം. അവരുടെ ഉൾച്ചൂടേറ്റ് തത്തക്കുഞ്ഞ് ഒന്ന് ഞരങ്ങി. അവരിൽ ഉൾക്കൂട് നിറയ്ക്കുന്ന ചിന്തകൾ എന്തെല്ലാമാണ്? കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. മക്കളെ, കുറിപ്പ് തയ്യാറാക്കാൻ ചോദ്യം വരുന്നു. ആനുവൽസേനി കുറിപ്പ് തയ്യാറാക്കാൻ ചോദ്യം 5 മാർക്കിൻ്റെ ചോദ്യം കേട്ടോ. എന്താണ്? അവരുടെ ഉൾച്ചൂടേറ്റ് തത്തക്കുഞ്ഞു ഒന്ന് മയങ്ങി. അല്ലെ, ഇവരുടെ നെഞ്ചിൽ കടന്ന് തത്തക്കുഞ്ഞ് മയങ്ങുകയാണ്. അവരിൽ ഉൾക്കൂട് നിറയ്ക്കുന്ന ചിന്തകൾ എന്തെല്ലാമാണ്? ഈ ഭാഗ്യലക്ഷ്മിയുടെയും ഈ കുട്ടിക്കൃഷ്ണൻ്റെയും ചിന്ത എന്തൊക്കെയാണെന്ന ചോദ്യം. മുറിവേറ്റ ഒരു ജീവന് താങ്ങാകുക എന്ന മാനുഷിക പരിഗണനയാണ് ഭാഗ്യവും കുട്ടിയും ചെയ്തത്. അല്ലേ? മുറിവേറ്റവർക്ക് ആശ്വാസമാകുക എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നന്മ. അല്ലടാ? കാക്കകൾ കൊത്തിപ്പറിച്ച് ചോരയൊലിപ്പിച്ച് അവശയായി നിന്ന തത്തമ്മ പെണ്ണിനെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്ന കുട്ടിയെയും ഭാഗ്യത്തെയും കാണാൻ സാധിക്കും. ആപത്തിൽ താങ്ങാകുകയും മുറിവിൽ മരുന്ന് പുരട്ടുകയും മുറിവേറ്റ കിളിയെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയും ചെയ്തു. മുറിവേറ്റ കിളിയെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന കഥാപാത്രങ്ങളായി കുട്ടിയും ഭാഗ്യലക്ഷ്മി മാറുകയാണ് ഇവിടെ. സഹജീവികൾക്ക് നൽകുന്ന പരിഗണനയും സ്നേഹവുമാണ് ഈ സന്ദർഭം വ്യക്തമാക്കുന്നത്. ഇപ്പം സഹജീവികൾക്ക് നൽകുന്ന സ്നേഹം, പരിഗണന. ആരാ സഹജീവി? ഈ തത്ത. ഈ തത്തയ്ക്ക് നൽകുന്ന സ്നേഹവും പരിഗണനയും ഈ വരികളിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും നഷ്ടമാകാതെ ബാക്കിയാകുന്ന മൂല്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന സന്ദർഭമാണ് ഇത്. അപ്പം മനുഷ്യ നന്മയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. മനുഷ്യന് നഷ്ടമാകാതെ ബാക്കിയുള്ള നന്മകളെ, സുന്ദരമായ മാനസിക അവസ്ഥകളെല്ലാം തന്നെ ഈ വരികൾ വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട്. സ്നേഹവും കരുതലും നൽകുന്ന മനുഷ്യർ നൽകിയ പ്രതീക്ഷയാണ് ജീവൻ്റെ ഉൾച്ചൂടായി മാറിയത്. ആ ഉൾച്ചൂട് പകർന്ന പുതുജീവനിലാണ് തത്തക്കുഞ്ഞ് ഇറങ്ങിയതല്ലേ? ഇപ്പം എന്താ പറയണ മക്കളെ? സ്നേഹവും കരുതലും നൽകുന്ന മനുഷ്യർ നൽകിയ പ്രതീക്ഷയാണ് ജീവൻ്റെ ഉൾച്ചൂടായി മാറിയത്. ജീവൻ്റെ ഉൾച്ചൂടായി മാറിയത് എന്താണ്? സ്നേഹവും കരുതലും. മനുഷ്യൻ പ്രകൃതിക്ക് നൽകുന്ന, മനുഷ്യൻ ജീവജാലങ്ങൾക്ക് നൽകുന്ന സ്നേഹവും കരുതലുമാണ് ഇവിടെ ഉൾച്ചൂടായി മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ പഠിച്ചിരിക്കണം. അടുത്തൊരു ചോദ്യം. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. കിളിക്കൊഞ്ചൽ വള്ളത്തോൾ നാരായണ കവിതയാണ്. അതായത് തത്തമ്മ കുഞ്ഞ് കൂട്ടിലാണെന്ന് പറയുന്നു, അതിൻ്റെ ബന്ധനമാണ് പറയുന്നത്. സീതയെക്കുറിച്ച് എഴുതിയ കവിത കേട്ടോ. കൂട് ബന്ധനത്തിൻ്റെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമാവാറുണ്ട്. കഥയിലെ കൂട് അത്തരമൊരു പ്രതീകമാണ് വിലയിരുത്തുക. അല്ലേ? ഒരു തത്തക്ക് കൂട് എന്ന് പറയുന്നത് എന്താണ്? 5 മാർക്കിൻ്റെ ചോദ്യം കേട്ടോ. ഒരു സ്വാതന്ത്ര്യമില്ലായ്മയാണ്, ആ കൂട്ട് തന്നെ ജീവിക്കണം. പക്ഷേ ഈ കഥയിൽ തത്തമ്മ കൂട് അങ്ങനെയാണോ? അല്ല. കഥയിൽ തത്തയുടെ കൂടെന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. പക്ഷെ തത്ത പറന്നു പോകുന്നില്ല. ഒരു കുടുംബത്തിൽ, ഒരു കുടുംബാംഗം പോലെ മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന തത്ത പ്രകൃതിയും ജീവിയും മനുഷ്യരും തമ്മിലുള്ള അഭേദ്യമായ സ്നേഹബന്ധം കാണാൻ സാധിക്കുന്നു. ബന്ധനം എന്നത് പാരിൽ വെച്ച ഭൂമി, ഏറ്റവും തീക്ഷ്ണമായ അവസ്ഥയാണ് തടങ്കൽ ബന്ധനം. ഏറ്റവും ശ്രേഷ്ഠമായി ബന്ധനത്തിൽ പരിഗണിച്ചാലും അതൊരു അസ്വാതന്ത്ര്യമായി മാറും എന്നതിൽ സംശയമില്ല. എന്നാൽ ഇവിടെ തത്തക്കൂട് എന്ന കഥ ബന്ധനത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ച് സ്നേഹവും പരിഗണനയും കൊണ്ട് വലിയൊരു ആകാശം തീർക്കുന്നു.
അല്ലെ ബന്ധനം മാറ്റിക്കൊണ്ട് സ്നേഹമെന്ന വലിയ വികാരത്തിൻ്റെ ആകാശം തീർക്കുകയാണ് നമ്മുടെ തത്താക്കൂട്ടി എന്ന് പറയുന്ന ഈ കഥ. മനുഷ്യരുടെ ഭാഷ പഠിച്ച തത്തക്കുഞ്ഞിനെ മറ്റു തത്തകൾ ഒറ്റപ്പെടുത്തും എന്ന ഭയവും കരുതലും കുട്ടിയിലും ഭാഗ്യത്തിലും ഉള്ളതിനാൽ അവർ തത്തക്കൂട് തുറന്നിടുക പതിവാണ്. അല്ലേ, മനുഷ്യൻ്റെ ഭാഷ പഠിച്ചാൽ തത്തയെ മറ്റു ജീവജാലം ഒറ്റപ്പെടുത്തുമെന്ന് കണ്ട് എപ്പോൾ വേണമെങ്കിൽ തത്തക്ക് പറന്നു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയും ഭാര്യയും തത്തയുടെ കൂട് തുറന്നു വിടും. പക്ഷേ തത്ത പറന്നു പോകില്ല. അത്രമാത്രം കുട്ടിയോടും ഭാര്യയോടും സ്നേഹത്തോട് ജീവിക്കുകയാണ് തത്ത. എന്നാൽ തത്ത കുഞ്ഞാകട്ടെ തൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഒരു കുറവും കാണാൻ കഴിയാത്തതിനാലാകാം ആ മനുഷ്യരെ വിട്ടുപോയതുമില്ല. തത്തയ്ക്കൊരു അസ്വാതന്ത്ര്യവുമില്ല. തത്ത സ്വതന്ത്രയാണ്. ആ കുട്ടിയിലെയും ഭാഗ്യലക്ഷ്മിയും തത്ത ഹാപ്പിയായി പോകുന്നു. സ്നേഹം നിറഞ്ഞ സ്വാതന്ത്ര്യം വളരെ മനോഹരമാണ് എന്ന് എഴുത്തുകാരൻ ധന്യാത്മകമായി പങ്കുവയ്ക്കുകയാണ് ഇവിടെ. കഥയിലെ തത്തക്കൂട് സംരക്ഷണത്തിനുള്ളതാണ്. അതിൻ്റെ വാതിലുകൾ ബന്ധിക്കപ്പെട്ടതല്ല. തത്തക്കൂട് തൻ്റെ സുരക്ഷിതമായ ഇടമാണെന്ന് തത്ത തിരിച്ചറിയുന്നു. ഈ തത്തക്കൂട് തൻ്റെ സുരക്ഷിതമായ ഇടമാണെന്ന തിരിച്ചറിവിലേക്ക് ആരെത്തുന്ന മക്കളെ നമ്മുടെ പ്രിയപ്പെട്ട തത്ത എത്തുന്നെന്ന് കാണാൻ സാധിക്കും. അടുത്തൊരു ചോദ്യം. കുട്ടിക്കൃഷ്ണൻ, ഭാഗ്യലക്ഷ്മി, തത്ത എന്നിവർക്കിടയിലുള്ള ആത്മബന്ധം ഏറെ വികാരസാന്ദ്രമായാണ് കഥാകാരി ആവിഷ്കരിച്ചിരിക്കുന്നത്. കഥയിൽ നിന്ന് കൂടുതൽ തെളിവുകൾ കണ്ടെത്തി മുകളിൽ നൽകിയ നിരീക്ഷണത്തോട് പ്രതികരിക്കുക. അപ്പോൾ കുട്ടിക്കൃഷ്ണൻ, ഭാഗ്യലക്ഷ്മി, തത്ത ഇവർ തമ്മിലുള്ള ബന്ധം വികാരപരമായ ബന്ധമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന ചോദ്യം നോക്കാം. കണ്ണീർ നിറഞ്ഞ് കാഴ്ച മങ്ങിയതുകൊണ്ട് തത്ത കൂട്ടിൽ നിന്നിറങ്ങുന്നത് അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് അവസാനം. പൂച്ചേ, അവൾ ഞങ്ങളുടെ മോള, തൊട്ടു പോകരുതെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്. കടന്നു പോയിക്കോ, അവൻ ഞങ്ങളുടെ മോന എന്ന് പൂച്ചയോട് കുട്ടിക്കൃഷ്ണൻ പറയുന്നുണ്ട്. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്കും ജീവിത വഴിയിൽ തനിച്ചായവർക്കും പലപ്പോഴും വളർത്തുമൃഗങ്ങളും മറ്റും കൂട്ടുകാരാകാറുണ്ട്. അല്ലേ, ഈ പല ദമ്പതികൾ ഒറ്റക്കാണ്, അവർക്ക് നായ്ക്കളും പൂച്ചയും തത്തയൊക്കെ കൂട്ടാകാറുണ്ട് മക്കൾ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾക്ക്. അതേപോലെ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളായ ഭാഗ്യലക്ഷ്മിക്കും കുട്ടിക്കൃഷ്ണനും കൂട്ടായി മാറുകയാണ് ഇവിടെ ആര്? തത്ത. അത്തരത്തിൽ ഒരു ആശ്വാസമാകുകയാണ് ഇവിടെ തത്തമ്മ. തൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയ, തനിക്ക് മുറിവിൽ മരുന്ന് പുരട്ടിയ സഹജീവികളുടെ വിഷമത്തിൽ പങ്കുചേരുകയാണ് തത്തമ്മ. സ്നേഹത്തിന് ലോകത്തെല്ലായിടത്തും ഒരേ അർത്ഥമാണ് എന്ന തിരിച്ചറിവാണ് തത്തക്കൂട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ സ്നേഹത്തിന് എല്ലായിടത്തും ഒരേ അർത്ഥമാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ സഹായിച്ച ഈ ഭാഗ്യലക്ഷ്മിയെയും കുട്ടിക്കൃഷ്ണനെയും മാതാപിതാക്കളായി കാണുകയാണ് തത്ത. മക്കളില്ലാത്ത കുട്ടിക്കൃഷ്ണനും മാതാപിതാക്കൾക്കും, അതായത് മക്കളെ നോക്കപ്പെടാത്ത കുട്ടിക്കൃഷ്ണനും മാതാപിതാക്കളും തൻ്റെ പേരക്കുട്ടി കൊടുക്കുന്ന എല്ലാ സ്നേഹവും തത്ത കൊടുക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഈ കുടുംബ ബന്ധങ്ങളുടെ വികാരമായ സ്നേഹബന്ധം ഇവിടെ നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. അടുത്തൊരു ചോദ്യം. പ്രിയപ്പെട്ടവർ കൂടെയില്ലാതായ ഒരാൾക്ക് തത്ത കൂട്ടാകുമോ? തത്തക്കൂട്ടി എന്ന കഥാശീർഷകത്തിൻ്റെ പ്രസക്തി, അല്ലേ, ശീർഷകത്തിൻ്റെ പ്രസക്തി 5 മാർക്കിൻ്റെ ചോദ്യമാണ്. എന്താണ് ചോദ്യം? എന്താ ഉത്തരം നോക്കാം. സ്നേഹം എന്നത് മനുഷ്യരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സ്നേഹം മനുഷ്യരിൽ മാത്രം ഒതുങ്ങുന്നതാണോ? അല്ല, അത് സർവ്വവ്യാപിയായ ഒരു കാര്യമാണ് എന്ന മഹത്തായ കാഴ്ചപ്പാടാണ് ഈ കഥ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ സ്നേഹം മനുഷ്യരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവമല്ല, മറിച്ച് എല്ലാവരിലേക്ക് ഒതുങ്ങുന്ന അനന്തമായ ഒരു വികാരമാണ്. നാം കൊടുക്കുന്നത് എന്താണോ അത് തന്നെയാണ് തിരിച്ചു കിട്ടുക എന്ന തത്വമാണ് ഈ കഥ അവതരിപ്പിക്കുന്നത്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്ന് കഥ പറയുന്നു. ഒറ്റപ്പെട്ടു പോകുന്ന ഒരാളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും അതിന് കൂട്ടാകാനും തത്ത ശ്രമിക്കുന്നു. അപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് കൂട്ടാകാൻ കഴിയുകയാണ് ആരിവിടെ? തത്ത. ഒറ്റപ്പെട്ടു പോകുന്നവർക്കൊരു കൂട്ടായി തത്ത മാറുകയാണ് ഇവിടെ. തത്തയുടെ വർഗത്തിൽ തത്ത ഒറ്റപ്പെട്ടു പോകരുത് എന്ന് ആ മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ തത്തയുടെ വർഗത്തിൽ തത്ത ഒറ്റപ്പെട്ടു പോകരുത് എന്ന് ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ്റെ ഭാഷ പഠിച്ചാൽ തത്തയെ കൂട്ടില്ലെന്ന് കണ്ടുകൊണ്ട് തത്തയെ പറന്നു പോയിക്കോന്ന് ആര് പറയുന്നുണ്ട്? കുട്ടിക്കൃഷ്ണൻ പറയുന്നുണ്ട്. ഇടയ്ക്കിടെ കൂട് തുറന്നു പോകാൻ അനുവദിക്കുന്നതും ഇതുകൊണ്ടാണ്. പരസ്പരം താങ്ങാകുന്ന സഹജീവികളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പരം താങ്ങാകുന്ന മനുഷ്യനെയും മറ്റു ജീവജാലങ്ങളെയും നമുക്ക് ഈ പാഠഭാഗത്തിൽ കാണാൻ സാധിക്കുമല്ലേ. അതുകൊണ്ട് തന്നെ മനുഷ്യനല്ലെങ്കിൽ പോലും ഒരു ചെറു ജീവിയെ സ്നേഹിക്കുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മി കഥയിലെ വലിയ ആശയങ്ങളായി സന്ദേശങ്ങളായി മാറുന്നു. അതേപോലെ തന്നെ തൻ്റെ പേരക്കുട്ടിയായി തൻ്റെ മക്കൾ തന്നെ നോക്കാതിരുന്നിട്ടും തൻ്റെ പേരക്കുട്ടിയെപ്പോലെ സ്നേഹിക്കുകയാണ് ഇവരാരെ? തത്തയെ. പക്ഷേ തന്നെ പൊന്നുപോലെ നോക്കുന്ന, തന്നെ ഉപദ്രവിക്കാത്ത, തന്നെ സംരക്ഷിക്കുന്ന ഈ മനുഷ്യരായ ഭാഗ്യലക്ഷ്മിയെയും കുട്ടിക്കൃഷ്ണനെയും വിട്ടാരും പറന്നു പോകുന്നില്ല, തത്ത പറന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ
കുടുംബ ബന്ധത്തിൻ്റെ, സ്നേഹബന്ധത്തിൻ്റെ വലിയ പ്രാധാന്യം വിളിച്ചോതുന്ന മനോഹരമായ കഥയാണ് മക്കൾ ഏത്, നമ്മുടെ തത്തക്കൂട്ട്. ഇപ്പോൾ സെറ്റായി പഠിച്ചില്ലടാ, ഉഷാറല്ലേ? ഈ പാഠഭാഗം എക്സാമിനേഷനിൽ വന്ന് സുഖമായിട്ട് എഴുതാൻ പറ്റണം, കിട്ടലിനായിട്ട് പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം. ഈ ഒരു പാഠഭാഗത്തിൽ ലൈവുമായി ഞാൻ മാരത്തോണിൽ വരുന്നുണ്ട്. നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾക്ക് ആ സമയം നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും സെറ്റായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേടി. ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.